എല്ലാവരും സുഖമായിരിക്കുന്നോ? നമുക്കിന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നൊരു നല്ല ചിന്ത നമുക്ക് ധ്യാനിക്കാം. ഇവിടെയൊക്കെ ബൈബിളുണ്ട്, ഇവിടെയൊക്കെ സൈഡിൽ ബൈബിൾ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വായിക്കാൻ കഴിയുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ആ ബൈബിൾ എടുക്കാം. കാഴ്ചയ്ക്ക് പ്രശ്നമൊന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ബൈബിൾ എടുക്കാം. നമ്മളിന്ന് വേദപുസ്തകത്തിലെ ഒരു വ്യക്തിയെ നമ്മൾ മനസ്സിലാക്കുകയാണ്. ബൈബിളിലെ ധാരാളം വ്യക്തികളെ നമുക്കിങ്ങനെ മനസ്സിലാക്കാം. ധാരാളം വ്യക്തികളെ എടുത്ത് പഠിക്കാൻ സാധിക്കും. പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും ധാരാളം വ്യക്തികളെ നമുക്ക് ബൈബിളിൽ നിന്ന് എടുത്ത് മനസ്സിലാക്കാൻ സാധിക്കും. ദൈവത്തിൻ്റെ ആത്മാവ് പ്രചോദിപ്പിക്കുന്ന ഒരു വ്യക്തിയെ നമ്മളിന്ന് കാണാൻ പോവുകയാണ്. ആ വ്യക്തി അപ്പോസ്തല പ്രവർത്തനങ്ങളിലുള്ള ഒരാളാണ്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ അതിൻ്റെ 4-ാമത്തെ അധ്യായത്തിൽ അദ്ദേഹത്തെ കാണാം. അദ്ദേഹത്തിൻ്റെ പേരാണ് ബാർണബാസ്. പറയാമോ? ആ പേരൊന്ന് പറയാമോ? ബാർണബാസ്. കേട്ടിട്ടുണ്ടോ ബാർണബാസിനെ? നിങ്ങളുടെ അടുത്ത വീട്ടിലുള്ള ബാർണബാസ് അല്ല, അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ ഒരു ബാർണബാസ് ഉണ്ട്. ബാർണബാസിനെ കുറിച്ചാണ് കേൾക്കുന്നത്. ആ പേരിൻ്റെ അർത്ഥം ആശ്വാസപുത്രൻ എന്നാണ്. ആശ്വാസപുത്രൻ. എല്ലാവരും ഒന്ന് പറയാമോ? ആ പേരിൻ്റെ അർത്ഥം ഒന്ന് പറയാമോ? ഈ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് നമ്മൾ പോകുമ്പോൾ നമ്മുടെ വീട്ടിലുള്ളവർക്കും നമ്മോട് ഇടപഴകുന്ന എല്ലാവർക്കും നമ്മൾ ഓരോരുത്തരും ഓരോ ആശ്വാസപുത്രന്മാരും ആശ്വാസപുത്രിമാരുമായി തീരണം എന്നുദ്ദേശിച്ചാണ് ഈ ക്ലാസ് ഇന്ന് ഇവിടെ പങ്കുവെക്കുന്നത്. ചേർന്ന് പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? ബാർണബാസ്. പേരിൻ്റെ അർത്ഥം എന്താണ്? ആശ്വാസപുത്രൻ. ആശ്വാസപുത്രൻ. എല്ലാവർക്കും ആവശ്യമാണ് ആശ്വാസം. ആശ്വാസം ആവശ്യമുള്ളവരെന്ന് പറഞ്ഞ് ഹല്ലേലൂയ. എല്ലാവർക്കും ആവശ്യമാണല്ലേ? സത്യത്തിൽ ആശ്വാസപുത്രൻ എന്നുള്ള അർത്ഥം ആർക്കാന്നോ? ശരിക്കും ആ പേരിൻ്റെ അർത്ഥം ആശ്വാസപുത്രൻ എന്നാണെങ്കിൽ കൂടെയും മറ്റൊരാളാണ് ശരിക്കുള്ള ആശ്വാസപുത്രൻ. ഈശോ ഒരിക്കൽ പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും ഞാൻ നിങ്ങളെ. ആരാ ശരിക്കും ആശ്വാസപുത്രൻ? യേശുവാണ് യഥാർത്ഥ ആശ്വാസപുത്രൻ. മനുഷ്യർക്ക് എല്ലാവർക്കും ആശ്വാസം നൽകുന്ന ആശ്വാസപുത്രൻ യേശുവാണ്. ഇതാണ് മത്തായിയുടെ സുവിശേഷം 11-ാമത്തെ അധ്യായത്തിൻ്റെ 28-ാം വാക്യത്തിൽ പറയുന്നത്, എല്ലാവരും എൻ്റെ അടുക്കലേക്ക് വരൂ, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം നൽകാം. ഐ വിൽ ഗിവ് യു റെസ്റ്റ്. ഞാൻ നിങ്ങൾക്ക് വിശ്രമം തരാം എന്നാണ് യേശു പറയുന്നത്. അല്ലെങ്കിൽ ആശ്വാസം തരാം എന്ന് കർത്താവ് പറയുന്നു. ചേർന്ന് പറഞ്ഞ് ഹല്ലേലൂയ. എന്നാൽ യേശുക്രിസ്തു ആശ്വാസദായകൻ ആയതുപോലെ തന്നെ വേദപുസ്തകത്തിലെ പുതിയ നിയമത്തിലൊരാൾ ആശ്വാസപുത്രനായി തീർന്നിരിക്കുന്നു. എങ്ങനെ ആൾ ആശ്വാസപുത്രനായെന്ന് നമ്മൾ നോക്കാൻ പോവാണ്. 4-5 ആശയങ്ങൾ ഞാൻ പറയും. നിങ്ങൾ ഉറങ്ങാൻ സാധ്യതയുള്ളവരൊന്ന് പറഞ്ഞ് ഹല്ലേലൂയ. അപ്പോൾ ഉറങ്ങാൻ പാടില്ല. വീട്ടിലെ കാര്യങ്ങൾ ആലോചിച്ചിരിക്കരുത്, ഉറങ്ങും ചെയ്യരുത്. നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കണം, എന്നാലാ നമുക്കിത് മനസ്സിൽ പതിയുള്ളൂ. അപ്പം ആദ്യം ഞാൻ ആശ്വാസപുത്രനായ ബാർണബാസിനെ കുറിച്ച് അപ്പോസ്തല പ്രവർത്തനങ്ങൾ 4-ാമത്തെ അധ്യായത്തിൽ പറയുന്നത് വായിക്കാൻ പോവാണ്. 4-ാമത്തെ അധ്യായത്തിൻ്റെ 32 മുതലുള്ള വാക്യങ്ങളാണ്. 32 മുതൽ 37 വരെ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 4-ന്റെ 32 മുതൽ 37 വരെ. നിങ്ങൾക്ക് ബൈബിൾ ഉണ്ടെങ്കിൽ എടുത്തോളൂ. പേജ് നമ്പർ 179 വായിക്കുന്നു. വിശ്വാസികളുടെ സമൂഹം ഒരു ഹൃദയവും ഒരാത്മാവുമായിരുന്നു. ആരും തങ്ങളുടെ വസ്തുക്കൾ സ്വന്തമെന്ന് അവകാശപ്പെട്ടില്ല. എല്ലാം പൊതുസ്വത്തായിരുന്നു. അപ്പോസ്തലന്മാർ കർത്താവായ യേശുവിൻ്റെ പുനരുദ്ധാനത്തിന് വലിയ ശക്തിയോടെ സാക്ഷ്യം നൽകി. അവരെല്ലാവരുടെ മേൽ കൃപാവരം സമൃദ്ധമായി ഉണ്ടായിരുന്നു. അവരുടെ ഇടയിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ ആരും ഉണ്ടായിരുന്നില്ല. കാരണം പറമ്പും വീടും സ്വന്തമായിട്ടുണ്ടായിരുന്നവരെല്ലാം അവയത്രയും വിറ്റുകിട്ടിയ തുക അപ്പോസ്തലന്മാരുടെ കാൽക്കൽ അർപ്പിച്ചു. അത് ഓരോരുത്തർക്കും ആവശ്യമനുസരിച്ച് വിതരണം ചെയ്യപ്പെട്ടു. ഇയാണ് നമ്മൾ പറയുന്ന കഥാപാത്രത്തെ കാണുന്ന ബാർണബാസ്. ഈ എന്ന അപരനാമത്തിൽ അപ്പോസ്തലന്മാർ വിളിച്ചിരുന്നവനും. ഈ വാക്കിൻ്റെ അർത്ഥം ആശ്വാസപുത്രൻ എന്നാണ്. സൈപ്രസ് സ്വദേശിയും ലേവായനുമായ ജോസഫ് തൻ്റെ വയൽ വിറ്റ് കിട്ടിയ പണം അപ്പോസ്തലന്മാരുടെ കാൽക്കൽ അർപ്പിച്ചു. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? ബാർണബാസ്. ശരിക്കും ഒഫീഷ്യൽ നെയിം ഇവിടെ വായിച്ചു, ശ്രദ്ധിച്ചായിരുന്നോ? ജോസഫ് എന്ന പേര്. നല്ല പേരാ, ജോസഫ് എന്ന പേര്. പക്ഷെ ആളുകൾ വിളിച്ചു ബാർണബാസ് എന്ന്. കാരണം എന്താണ്? ആ പേരിൻ്റെ അർത്ഥം എന്താണ്? ആശ്വാസപുത്രൻ. അപ്പം ഇയാൾ പലർക്കും ആശ്വാസം ഉണ്ടാക്കി കൊടുത്തുകൊണ്ടായിരിക്കാം ഇയാൾ എന്തെന്ന് വിളിച്ചത്? ആശ്വാസപുത്രൻ. നമ്മളിൽ പലർക്കും, നമ്മുടെ കാര്യം വിട്, നമ്മുടെ നാട്ടിൽ ചിലർക്കൊക്കെ ചില പേരുകൾ നാട്ടുകാർ ഇട്ട് കൊടുക്കുമല്ലോ, അല്ലേ? ഞാനത് പറയുന്നില്ല. ചില പേരുകളൊക്കെ നാട്ടുകാർ ഇട്ട് കൊടുക്കും. പ്രിയപ്പെട്ടവരെ, അത് അവരുടെ കയ്യിലിരിപ്പനുസരിച്ചിരിക്കും, അല്ലേ? നല്ല പേരുകൾ ചിലർക്ക് വന്ന് വീഴും.
അപ്പം അങ്ങനെയുള്ള പേരുകൾ, അഴുക്കായിട്ടുള്ള പേരുകൾ നമുക്ക് വന്ന് വീഴരുതേ. എന്നാൽ ഇദ്ദേഹത്തിന് നല്ല പേരാണ് വന്ന് വിട്ടിരിക്കുന്നത്. ജോസഫ് സഹോദരൻ വന്ന് വിട്ടിരിക്കുന്ന പേരെന്താണ്? ബാർനബാസ്, അല്ലെങ്കിൽ ആശ്വാസപുത്രൻ. ഇയാൾ ഏത് നാട്ടുകാരനായിരുന്നു? ഇയാൾ ഏത് ഗോത്രക്കാരനായിരുന്നു? എഴുതി വെച്ചത് ഏത് ഗോത്രക്കാരനാണ്? ലേവി ഗോത്രം. ലേവി ഗോത്രത്തിൽപ്പെട്ടാണ്. യാക്കോബിന്റെ 12 ആൺമക്കളിൽ ഒരു മകനാണ് ലേവി. ആ ഗോത്രത്തിൽപ്പെട്ടാണ്, ലേവി ഗോത്രക്കാരനാണ്. പിന്നെ ഇദ്ദേഹത്തിന്റെ നാടും പറയുന്നു. ഏതാ നാട്? സൈപ്രസ്. കണ്ടോ, ശ്രദ്ധിക്കുന്നവർക്ക് പിടികിട്ടുണ്ട്. സൈപ്രസ് എവിടെയാണെന്നറിയാമോ? ഇസ്രായേലിന്റെ വടക്കാണ്. 2 രാജ്യങ്ങളുണ്ട് ഇസ്രായേലിന്റെ വടക്ക് സൈഡിൽ. ഒന്ന് ലെബനോനും ഒന്ന് സിറിയയും. ലെബനോൻ എന്ന രാജ്യത്തിൽ നിന്ന് നേരെ പടിഞ്ഞാറോട്ട് നോക്കിയാൽ ഒരു ദ്വീപ് കാണാം. ആ ദ്വീപാണ് എന്തെന്ന്? സൈപ്രസ് എന്ന് പറയുന്ന ദ്വീപ്. വീട്ടിൽ മാപ്പൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് നോക്കിയോളൂ കേട്ടോ, അപ്പോൾ ഇത് മനസ്സിലാവും. സൈപ്രസ് എന്ന് പറയുന്നത് ഒരു ദ്വീപാണ്. ഇതിനെ യാക്കോബായ ഓർത്തഡോക്സുകാർ ഉപയോഗിക്കുന്ന സത്യവേദ പുസ്തക ബൈബിളിൽ ഈ സ്ഥലത്തെ പറയുന്നത് കുപ്രോസ് ദ്വീപുകാരെന്നാണ്. നമ്മുടെ ബൈബിളിൽ എഴുതിയിരിക്കുന്നത് സൈപ്രസ്. വെപ്പുവല്ലുള്ളവർ പറയണമെന്നില്ല, അല്ലാത്തവരൊന്ന് പറഞ്ഞ് സൈപ്രസ് എന്നാണ് കേട്ടോ പേര്. ആ സൈപ്രസ് സ്വദേശിയായിരുന്നു ഇദ്ദേഹം. ഇപ്പോൾ എവിടെയാണ്? ജെറുസലേമിൽ വന്നിരിക്കുകയാണ്, കർത്താവിൻ്റെ നാട്ടിൽ വന്നിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ആ പെന്തക്കോസ്ത തിരുനാളിന് പുള്ളിക്കാരൻ അവിടെ ഉണ്ടായിരുന്നു. അവിടെ പരിശുദ്ധാത്മാവ് അഗ്നിനാളങ്ങളുടെ രൂപത്തിൽ ഇറങ്ങി വന്നു. 3000-ഓളം പേരും മാനസാന്തരപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഈ പുള്ളിക്കാരനും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആൾ നാട്ടിൽ പോയില്ല, അവിടെ പ്രാർത്ഥനയും വചനപ്രസംഗവും ആയിട്ട് അവിടെ കൂടി. അങ്ങനെ കുറേ കാലം കഴിഞ്ഞ്, ആരും ജോലിക്കൊന്നും പോകുന്നില്ലല്ലോ, പ്രാർത്ഥിച്ചും പിന്നെ വചനമൊക്കെ പറഞ്ഞ് ആ തീഷ്ണതയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. പക്ഷെ എത്ര തീഷ്ണതയിരുന്നാലും ശാപ്പാട് കഴിക്കണ്ടേ? എല്ലാവരും അപ്പോസ്തലന്മാരെ കാൽക്കൽ പൈസയൊക്കെ കൊണ്ടുവയ്ക്കും, പറമ്പും വീടൊക്കെ വിറ്റ്. അവസാനം പൈസയ്ക്ക് ബുദ്ധിമുട്ടായി വന്നപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, ഞാൻ എൻ്റെ നാട്ടിൽ പോവാ. എവിടെ? സൈപ്രസിലേക്ക് പോയി. അദ്ദേഹത്തിന് കുറച്ച് വയലുണ്ടായി, അത് വിറ്റു. ആ കാശ് കൊണ്ടുവന്ന് ഇവിടെ അപ്പോസ്തലന്മാരെ ഏൽപ്പിച്ചു. വെറുതെ അല്ല ഇയാളെ എന്തെന്ന് വിളിക്കുന്നത് കണ്ടോ? അപ്പം എങ്ങനെ അദ്ദേഹം ആശ്വാസപുത്രനായ? തനിക്കുണ്ടായ വയൽ വിറ്റ് കിട്ടിയ പണം അപ്പോസ്തലന്മാരുടെ കാൽക്കൽ സമർപ്പിച്ചു. അപ്പോസ്തലന്മാരത് ആവശ്യമനുസരിച്ച് ആളുകൾക്ക് വിതരണം ചെയ്തു. അപ്പം ആശ്വാസപുത്രനാവാൻ ഇദ്ദേഹം ആശ്വാസപുത്രനായത് എങ്ങനെയാണ്? തനിക്കുണ്ടായ വയൽ വിറ്റ് കിട്ടിയ പണം അപ്പോസ്തലന്മാരുടെ കാൽക്കൽ അർപ്പിച്ചിട്ടാണ് അദ്ദേഹം ആശ്വാസപുത്രനായത്. ചേർന്ന് പറഞ്ഞേൻ ഹല്ലേലൂയ. എനിക്ക് വ്യക്തിപരമായി എനിക്ക് പണമൊന്നും പങ്കുവയ്ക്കാനില്ല, പക്ഷെ എനിക്ക് കർത്താവ് ദൈവവചനം തന്നിട്ടുണ്ട്. ദൈവവചനം എന്നെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പം എനിക്ക് പങ്കുവയ്ക്കാനുള്ള എന്താണ്? പറയൂ. ദൈവവചനം. ഞാനത് പങ്കുവയ്ക്കുന്നു. നിങ്ങൾക്ക് എന്താ പങ്കുവയ്ക്കാനുള്ളതെന്ന് നിങ്ങൾ നോക്കണം. പങ്കുവയ്ക്കാൻ പറഞ്ഞപ്പോൾ എന്താ മുഖം വാടിയേ? മുഖം വാടണ ആളുകളുടെ അതാണ് കുഴപ്പം. ഇതാണ് ആശ്വാസം കിട്ടാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. ദൈവം നമ്മളെ പലതും ഏൽപ്പിച്ച് തന്നിട്ടുണ്ട്. ഞാനൊരു ഓർഫനേജുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു പെൺകുട്ടി ബോംബെയിൽ പഠിച്ചവളാണ്. അവൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, നന്ദു ബ്രദറെ, എനിക്ക് ഈ അനാഥശാലയിൽ കൊടുക്കാൻ പൈസയൊന്നുമില്ല, പക്ഷെ ഞാനൊരു കാര്യം ചെയ്യട്ടെ, എനിക്ക് ഹിന്ദി നന്നായിട്ടറിയാം, എനിക്ക് ഇംഗ്ലീഷും നന്നായിട്ടറിയാം. ഞാൻ ഈ കുട്ടികളെ വൈകുന്നേരം വന്ന് 1-2 മണിക്കൂർ ഇംഗ്ലീഷും ഹിന്ദിയും പഠിപ്പിച്ചോട്ടെ. കണ്ടോ, അവൾക്കുള്ളത് എന്താണ്? അവൾക്കുള്ളത് നല്ല ഭാഷാ വൈദഗ്ധ്യമുണ്ട്. അപ്പോൾ അവൾ അത് പങ്കുവെച്ചോട്ടെ. ഇങ്ങനെയാണ് ആശ്വാസപുത്രനും ആശ്വാസപുത്രിയുമായി തീരാൻ സാധിക്കുക. ദൈവം നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചത് പങ്കുവെക്കുക എന്നുള്ളതാണ് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്. ചേർന്ന് പറഞ്ഞ് ഹല്ലേലൂയ. എന്നാൽ യാക്കോബായ ഓർത്തഡോക്സ് സഭയിലോ അല്ലെങ്കിൽ മറ്റു സഭകളിൽപ്പെട്ട ആരെങ്കിലും നമ്മുടെ കൂട്ടത്തിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ബൈബിളിൽ ഈ ഭാഗം വായിച്ചാൽ, ഏത് ഭാഗം? അപ്പോസ്തല പ്രവർത്തനം 4-ാമത്തെ അധ്യായത്തിന്റെ 32 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ, ബാർനബാസ് എന്ന പേരിന്റെ അർത്ഥം ആശ്വാസപുത്രൻ എന്നല്ല എഴുതി വെച്ചിരിക്കുന്നത്. മറ്റൊരു അർത്ഥമാണ് പ്രബോധനപുത്രൻ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഇതാണോ ശരി അതാണോ ശരി എന്നുള്ളതല്ല. പിന്നെയോ ഒരു പേരിന് ഒരു പക്ഷേ 2 അർത്ഥമുണ്ടാകാം. അപ്പൊ അദ്ദേഹത്തിന്റെ പേരിന് പ്രബോധനപുത്രൻ എന്നുകൂടെ അർത്ഥമുണ്ട്. പ്രബോധിപ്പിക്കുക, പഠിപ്പിക്കുക. അങ്ങനെ ദൈവവചനമൊക്കെ പഠിക്കാനും പഠിപ്പിക്കാനും പങ്കുവയ്ക്കാനും കഴിയുന്ന ആളായിരിക്കണം. അതുകൊണ്ടാണ് അദ്ദേഹത്തെ എന്തെന്നും കൂടി വിളിക്കുന്നത്? പ്രബോധനപുത്രൻ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ സൈപ്രസ് സ്വദേശിയായ ഈ മനുഷ്യൻ, അദ്ദേഹത്തിന് എന്ത് പങ്കുവയ്ക്കാനുണ്ടെന്ന് മനസ്സിലായി. അദ്ദേഹം ജെറുസലേമിൽ നിന്ന് അങ്ങ് വടക്കോട്ട് യാത്ര ചെയ്ത് അദ്ദേഹത്തിൻ്റെ നാട്ടിൽ ചെന്ന് വയൽ വിറ്റ് കിട്ടിയ പണം കൊണ്ടുവന്ന് ഇവിടെ കൊടുത്ത് അദ്ദേഹം ആശ്വാസപുത്രനായി. ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള പാഠം ഇതാണ്: ആശ്വാസം കിട്ടണമെങ്കിൽ
ഒരു പ്രധാനപ്പെട്ട കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പങ്കുവെക്കുന്നതിനേക്കാൾ മുമ്പ് മറ്റൊരു കാര്യമുണ്ട്. യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കണം എന്നുള്ളതാണ്. അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപാധി, യേശുവിനെ ഹൃദയത്തിൽ ആരെല്ലാം സ്വീകരിച്ചു അവർക്ക് നല്ല ആശ്വാസമായിരിക്കും. ആശ്വാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം പങ്കുവെക്കലല്ല, അതിനു മുമ്പ് ആരെ സ്വീകരിച്ചിരിക്കണം? യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കണം. യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചാൽ സമാധാനമായി. യേശു പറഞ്ഞില്ലേ, ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു, എൻ്റെ സമാധാനമാണ് ഞാൻ നൽകുന്നത്, ലോകം നൽകുന്നത് പോലെയല്ല. ഇപ്പം യേശുവിനെ ഹൃദയത്തോട് ചേർത്തവർക്ക് സമാധാനമുണ്ട്. പക്ഷേ അതുകൊണ്ട് മാത്രമായില്ല, അവർക്ക് ദൈവം ഏൽപ്പിച്ച കാര്യം പങ്കുവെക്കുന്നതിലൂടെയും അവർക്ക് ശാശ്വതമായ സമാധാനത്തിൻ്റെ അനുഭവം ഉണ്ടാകാൻ സാധിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ചേർന്ന് പറഞ്ഞേൻ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഒന്നാമത് എങ്ങനെയാണ് ആശ്വാസപുത്രനായത്? തനിക്കുള്ളത് പങ്കുവെക്കുന്നതിലൂടെ ആശ്വാസപുത്രനായി. മദർ തെരേസ പറയുന്നൊരു വാക്കുണ്ട്, സ്നേഹം ആരംഭിക്കുന്നത് ഒരു പുഞ്ചിരിയിൽ നിന്നാണ്. നിങ്ങളുടെ മുഖത്തിൽ ചിരിയൊന്നും കാണാനില്ലല്ലോ. ഇവിടെ വന്നപ്പോൾ ചിരിയെല്ലാം ഓഫ് ചെയ്തിട്ടാ വന്നേ. പലതരം ചിരിയുണ്ട്, പുഞ്ചിരി, പൊട്ടിച്ചിരി, കൊലച്ചിരി. അതുള്ളവരൊന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അത് കൊള്ളൂല്ല. പിന്നെ അട്ടഹാസം, അത് പിന്നെയും സഹിക്കുക, പക്ഷെ മറ്റേ ചിരി പാടില്ല. ഏത് ചിരി? കൊലച്ചിരി. മദർ തെരേസ പറയുന്നത് ആ സ്നേഹം ആരംഭിക്കുന്നത് പുഞ്ചിരിയിൽ നിന്നാണ്, അല്ലേ? മനുഷ്യനല്ലേ ചിരിക്കാൻ പറ്റൂ? രാവിലെ തന്നെ പട്ടി ചിരിക്കുവോ? പട്ടിക്ക് എന്തെങ്കിലും കൊടുത്തെങ്കിൽ, അല്പം പാല് കൊടുത്തെങ്കിൽ പട്ടി ചിരിക്കുവോ? ചിരിക്കത്തില്ല. പട്ടി കുരയ്ക്കും, എന്ന് പറഞ്ഞ് കുരയ്ക്കും. രണ്ടാൾ എഴുന്നേറ്റു, രണ്ടാൾ ഉറങ്ങായിരുന്നു, അവരെഴുന്നേറ്റു. പട്ടി കുരയ്ക്കുള്ളൂ, പട്ടി ചിരിക്കില്ല. പക്ഷി ചിരിക്കുമോ? പക്ഷി ചലയ്ക്കും, പക്ഷി ചിരിക്കില്ല. ചിരിക്കാനുള്ള കഴിവ് ആർക്ക് മാത്രമാണ്? മനുഷ്യന് മാത്രമാണ്. നമുക്കാണ് ദൈവം നൽകിയത്. അപ്പോൾ മനുഷ്യരെ നോക്കി ചിരിക്കണം. അടുത്തിരിക്കുന്ന ആളെ നോക്കി ഒന്ന് ചിരിച്ചു നോക്കിയാൽ, അടുത്തിരിക്കുന്ന ആളെ. അതെ, ചില അടുത്തേക്ക് നോക്കിയപ്പോൾ കണ്ട, ദൈവമേ ഇവളാണോ അടുത്തിരിക്കുന്നത്? അങ്ങനെ ചിന്തിച്ചവരുണ്ട്. അവരൊന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ പറഞ്ഞില്ലേ? അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ ക്ലാസ്സൊക്കെ കഴിഞ്ഞു പോകുമ്പോൾ നിങ്ങൾ നല്ല സന്തോഷത്തിലായിരിക്കണം. പറയുന്നത് മനസ്സിലാവണില്ലേ? അപ്പോൾ ആശ്വാസപുത്രനാകുന്നതിൻ്റെ രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന്, യേശുവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നത് വഴി നമുക്ക് ആശ്വാസം കിട്ടും. അങ്ങനെ സ്വീകരിച്ചവർ ഉറപ്പായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്താണ്? പങ്കുവയ്ക്കുന്ന ഒരു പ്രവണത അവർക്കുണ്ടാകണം എന്നുള്ളത്. പോയിന്റ് നമ്പർ 2, രണ്ടാമത്തെ ആശയത്തിലേക്ക് പോവാം. ഈ ബാർനബാസിനെ നമുക്ക് നോക്കാം, അദ്ദേഹത്തിൻ്റെ പുറകെ തന്നെ നമുക്ക് പോയി നോക്കാം. 9-ാമത്തെ അധ്യായം, അപ്പോസ്തല പ്രവർത്തനങ്ങൾ 9-ാമത്തെ അധ്യായം. 9-ാമത്തെ അധ്യായത്തിൻ്റെ 26-ാം വാക്യം മുതൽ പേജ് നമ്പർ 188, 188 അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ തന്നെയാണ്. അതിൻ്റെ 9-ാമത്തെ അധ്യായം 26-ാം വാക്യം ഞാൻ വായിക്കുന്നു. ജെറുസലേമിലെത്തിയപ്പോൾ ശിഷ്യരുടെ സംഘത്തിൽ ചേരാൻ അവൻ പരിശ്രമിച്ചു. എന്നാൽ അവർക്കെല്ലാം അവനെ ഭയമായിരുന്നു, കാരണം അവൻ ഒരു ശിഷ്യനാണെന്ന് അവർ വിശ്വസിച്ചില്ല. എന്താ എഴുതി വെച്ചിരിക്കുന്നത്? ഒന്നുകൂടെ വായിക്കാൻ ശ്രദ്ധിച്ചാൽ, ഈ സാവൂളില്ലേ, സാവൂള് പൗലോസ് ആകുന്നതിന് മുമ്പ്, മാനസാന്തരപ്പെടുന്നതിന് മുമ്പ് ആളാരായിരുന്നു? ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കുന്ന ആളാണ്. കാരണം ബൈബിളൊക്കെ നന്നായിട്ട് അറിയാം അദ്ദേഹത്തിന്. പക്ഷേ തല്ലിന് ഒരു കുറവുമില്ല. ക്രിസ്ത്യാനികൾ കിട്ടിയ നല്ല അടിയടിക്കും. മനസ്സിലാവണില്ലേ? കാരണം അദ്ദേഹത്തിന് പഴയ നിയമത്തിൽ വെളിപ്പെട്ട് കിട്ടിയ യഹോവയായ ദൈവത്തെ അറിയുള്ളൂ. മനസ്സിലാവുണ്ടോ? ശ്രദ്ധിക്കണം, ഉറങ്ങരുത്, ശ്രദ്ധാപൂർവം ഇരിക്കണം. ചിലർ ഉറങ്ങുക മാത്രമല്ല, തേനവയമ്പും താഴെ വീഴരുത് കേട്ടോ, മറിഞ്ഞ്. എനിക്കൊരു അപേക്ഷയാണുള്ളത്, താഴെ മറിഞ്ഞ് വീഴരുത്. ശ്രദ്ധിച്ചിരിക്കണം, ശ്രദ്ധിക്കാതെ ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ ഈ സാവൂളെന്ന് പറയുന്ന ആള് ദൈവം തട്ടി താഴെയിട്ട് ദമാസ്കസിലേക്ക് ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാൻ പോയതാണ്. പുള്ളിക്കാരനെ തട്ടി താഴെയിട്ട് കണ്ണിൻ്റെ കാഴ്ചയൊക്കെ പോയി. പിന്നീട് കണ്ണിൻ്റെ കാഴ്ചയൊക്കെ തിരിച്ചു കിട്ടി. അദ്ദേഹത്തിന് വേണ്ടി അനന്യാസ് പ്രാർത്ഥിച്ച് കണ്ണിൻ്റെ കാഴ്ചയെല്ലാം തിരിച്ചു കിട്ടിയെന്ന് നമുക്കറിയാം, അല്ലേ? കാഴ്ചയൊക്കെ തിരിച്ചു കിട്ടി. ഇപ്പോൾ ആൾക്കൊരു ആഗ്രഹം. എന്താണ് ആഗ്രഹം? ഈ ഇവിടെ ശിഷ്യന്മാരെ കൂടി ജെറുസലേമിൽ പ്രാർത്ഥിക്കുകയാണ് അപ്പോസ്തലന്മാരൊക്കെ. അവരുടെ ഗ്രൂപ്പിലേക്ക് വരാനൊരു ആഗ്രഹം. ഗ്രൂപ്പിലിരിക്കുന്ന ആരെങ്കിലും അദ്ദേഹത്തെ കയറ്റോ? കാരണം എന്താണ്? ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്ന ആളാണ്, കയറ്റത്തില്ല. നമ്മളൊരു പഴമൊഴി പറയില്ലേ, കാച്ചവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കും, അല്ലേ? അപ്പോൾ അതുകൊണ്ട് യേശുവിൻ്റെ ശിഷ്യന്മാർക്കൊക്കെ അദ്ദേഹത്തെ ഇനി ഞാൻ ഒന്നും കൂടെ വായിക്കാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ജെറുസലേമിലെത്തിയപ്പോൾ ശിഷ്യരുടെ സംഘത്തിൽ ചേരാൻ അവൻ പരിശ്രമിച്ചു. ആര്? സാവൂൾ അല്ലെങ്കിൽ പൗലോസ് പരിശ്രമിച്ചു. എന്നാൽ അവർക്കെല്ലാം അവനെ ഭയമായിരുന്നു. ആർക്ക്? ശിഷ്യന്മാർക്ക് ഭയമായിരുന്നു. കാരണം അവനൊരു ശിഷ്യനാണെന്ന് അവർ വിശ്വസിച്ചില്ല.
അവനൊരു ശിഷ്യനാണെന്ന് വിശ്വസിച്ചില്ല. യേശുവിനെ രക്ഷകനും നാഥനായിട്ട് സ്വീകരിച്ച ആളാണെന്ന് വിശ്വസിച്ചില്ല. കാരണം സ്തെഫാനോസിനെ കല്ലെറിഞ്ഞ് കൊന്നതാണ്, അതിന് കൂട്ടുനിന്ന ആളാണ്. പുള്ളിക്കാരനാണ് ഓർഡർ ഇട്ടേ കല്ലെറിയാൻ. കാരണം കല്ലെറിയുമ്പോൾ കല്ല് വന്ന് അവരുടെ ഇയാളുടെ തലമണ്ടയിൽ അവിടെ കൊണ്ട് തലയൊക്കെ പൊളിഞ്ഞ് ചോര ചിതറും. അപ്പോൾ കല്ലെറിയുന്നവരുടെ വസ്ത്രത്തിൽ രക്തം തെറിക്കും. അതുകൊണ്ട് കല്ലെറിയുന്നവർ വസ്ത്രം ഊരിയിട്ട് ആരുടെ കാൽ കീഴിൽ വെച്ച്? പൗലോസിന്. എന്തിനാ പൗലോസിന്റെ കാൽ കീഴിൽ വെച്ച്? പുള്ളിക്കാരനാണ് ഓർഡർ ഇട്ടേ. ആ പുള്ളിക്കാരനാണ് ഇപ്പൊ പ്രാർത്ഥിക്കാൻ വരട്ടെ എന്ന് പറയണേ. ആരെങ്കിലും കയറ്റോ അകത്തേക്ക്? ഇല്ല. പക്ഷെ ബാർനബാസ് അവിടെ ഇടപെടാ. നമ്മുടെ കഥാപാത്രം 27-ാം വാക്യം, ബാർനബാസ് അവനെ അപ്പോസ്തലന്മാരുടെ അടുക്കൽ കൂട്ടിക്കൊണ്ടുവന്നു. കണ്ട പുള്ളിക്കാരന് വയൽ വിറ്റ് കിട്ടിയ പണം കൊടുക്കാൻ മാത്രമല്ല അറിയാ, പിന്നെയോ ഈ പ്രശ്നക്കാരെന്ന് പറഞ്ഞ ആള് ശരിക്കും മാനസാന്തരപ്പെട്ടതാണെന്ന് ബാർനബാസിന് മനസ്സിലായി. ബാർനബാസ് പൗലോസിനോട് പറഞ്ഞു, നീ പേടിക്കണ്ട, ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് പൗലോസിനെ കൂട്ടിയിട്ട് ആരുടെ അടുത്തേക്ക് വന്നു? അപ്പോസ്തലന്മാരുടെ അടുക്കലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. എന്നിട്ടോ സാവുൾ വഴിയിൽ വെച്ച് കർത്താവിനെ ദർശിച്ചതും അവിടുന്ന് അവനോട് സംസാരിച്ചതും ദമാസ്കസിൽ വെച്ച് യേശുവിൻ്റെ നാമത്തിൽ അവൻ ധൈര്യപൂർവ്വം പ്രസംഗിച്ചതും ബാർനബാസ് അവരെ വിവരിച്ച് കേൾപ്പിച്ചു. ആരെ? അപ്പോസ്തലന്മാർ. ഇവൻ കുഴപ്പമില്ല കേട്ടോ, കുഴപ്പക്കാരനായിരുന്നു, ഇപ്പം മാനസാന്തരപ്പെട്ടു, നമ്മുടെ ഗ്രൂപ്പിലേക്ക് എടുക്കാന്ന് പറഞ്ഞു. വീണ്ടും ബാർനബാസ് ആരായിത്തീരുന്നു? പറയൂ. ആശ്വാസപുത്രനായി തീരുന്നു. അപ്പൊ ആദ്യം എങ്ങനെ ആശ്വാസപുത്രനായി? വയൽ വിറ്റ് കിട്ടിയ പണം അപ്പോസ്തലന്മാരുടെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് അദ്ദേഹം ആശ്വാസപുത്രനായി. ഇപ്പോൾ അദ്ദേഹം ആശ്വാസപുത്രനാത് എങ്ങനെയാണ്? ഒരു ബന്ധം, മുറിഞ്ഞു കിടക്കുന്ന ഒരു ബന്ധത്തെ കൂട്ടിയിണക്കിക്കൊണ്ട് ബാക്കി പറ, ആശ്വാസപുത്രനായി. ഇനി ഒന്ന് ചിന്തിച്ചേൻ. ഏതെങ്കിലും ആളുകൾ നമ്മുടെ വീട്ടിലുള്ളവരോട് തന്നെ മിണ്ടാതെയോ അടുത്ത വീട്ടിലുള്ളവരോട് സ്നേഹപൂർവ്വം ഇടപെടാതെയോ അല്ലെങ്കിൽ ഭാര്യാഭർത്തൃ ബന്ധമൊക്കെ മുറിഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ ഈ ക്ലാസ് കഴിഞ്ഞ് വീട്ടിൽ ചെന്നാൽ ഉടനടി ചെയ്യേണ്ട കാര്യം എന്താണ്? മുറിഞ്ഞു കിടക്കുന്ന ബന്ധത്തെ പറയുമ്പോൾ ഒരു വിഷമം. ഇത് പറഞ്ഞപ്പോഴും വിഷമമാണല്ലോ. പ്രിയപ്പെട്ടവരെ, മുറിഞ്ഞു പോയ ബന്ധത്തെ കൂട്ടിയിണക്കുന്നതിലൂടെ ആശ്വാസപുത്രനാകാൻ പറ്റും. ചില അമ്മമാർ, എനിക്കറിയാം, ചില സഹോദരിമാർ, ചില ഡിവോഴ്സ് കേസായതുണ്ട്. ചില അമ്മമാർ വചനം കേട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുന്നവർ അവരുടെ വീട്ടിൽ പോയി ഭാര്യയോട് സംസാരിച്ചു, പിന്നെ ഭർത്താവിനോട് സംസാരിച്ചു, പലവട്ടം സംസാരിച്ചു, പിന്നെ അവരെ കൂട്ടിയിണക്കി വീണ്ടും ആ ബന്ധത്തിലേക്ക് കൊണ്ടുവന്നവരുണ്ട്. ചിലരുണ്ട് കേട്ടോ, പാര പോര് കുശുമ്പുണ്ടാക്കി നിലവിലുള്ള എല്ലാ ബന്ധങ്ങളെയും പൊട്ടിച്ചു കളയുന്നവരുണ്ട്. അവരൊന്ന് പറഞ്ഞ് ഹല്ലേലൂയ. നന്നായിട്ടുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അത് നമുക്ക് ചേർന്നതല്ല. നമ്മുടെ പരിപാടി എന്താണ്? മുറിഞ്ഞു പോയ ബന്ധങ്ങളെ സാധിക്കാവുന്നിടത്തോളം ഇതിനെ കൂട്ടിയിണക്കി കൊണ്ടുപോകണം. സാധിക്കാവുന്നിടത്തോളം പരമാവധി ഇതിനെ കൂട്ടിയിണക്കി കൊണ്ടുപോകലാണ് നമ്മുടെ ദൗത്യം. അല്ലാതെ ബന്ധങ്ങൾ പൊട്ടിച്ചെറിയാൻ ആർക്കറിയാത്തത്? എപ്പോഴും ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. ഞാൻ പറയുന്നത് ഡിവൈനിലെ പനക്കിലച്ച് എപ്പോഴും പറയും, ബന്ധങ്ങളിലൂടെയാണ് ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നത്. അതെ, ബന്ധങ്ങളിലൂടെയാണ് ദൈവം അനുഗ്രഹിക്കുന്നത്. ഓരോ ബന്ധങ്ങളും ദൈവത്തിൻ്റെ സ്നേഹ സമ്മാനങ്ങളായിട്ട് കാണണം. ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് നമ്മുടെ മകൻ വീട്ടിലേക്ക് കൊണ്ടുവന്നു, ദൈവം അയച്ചൊരു ബന്ധമാണെന്ന് മനസ്സിലാക്കണം. ഈ കുറവില്ലാത്ത ആരെങ്കിലും കാണാൻ പറ്റുമോ? കുറവില്ലാത്തൊരു പെൺകുട്ടിയെ കാണിച്ചു തരുമോ? ഞാൻ കണ്ടിട്ടില്ല. കുറവില്ലാത്തൊരു പുരുഷനെ കാണിച്ചു തരുമോ? ഞാൻ കണ്ടിട്ടില്ല. ഇങ്ങനെ കുറവില്ലാത്തവരെ തേടി പോയിട്ട് കാര്യമില്ല. കുറവോടുകൂടെ സ്വീകരിക്കാനുള്ള ശക്തി, അതിനാണ് ഈ ധ്യാന കേന്ദ്രത്തിൽ വ്യാഴാഴ്ച ദിവസം വരുന്നത്. ആണോ? അതോ ഉള്ള കുറവുകളൊക്കെ പൊട്ടിപ്പോയി പുതിയത് കിട്ടാൻ വേണ്ടിയിട്ടാണോ? പറ്റത്തില്ല. അങ്ങനെ ഇല്ല കേട്ടോ. അങ്ങനെ ആരും പ്രതീക്ഷിക്കേണ്ട. കുറവോടുകൂടെ മനുഷ്യനെ സ്വീകരിക്കാനുള്ള കഴിവാണ് കർത്താവിൽ നിന്ന് നമ്മൾ ആർജിച്ചെടുക്കേണ്ടത്. ചേർന്ന് പറഞ്ഞേൻ ഹല്ലേലൂയാ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പൊ മുറിഞ്ഞു പോയ ബന്ധത്തെ കൂട്ടിയിണക്കുന്നു. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, വളരെ ശ്രദ്ധിക്കണം. നിസ്സാര കാര്യത്തിന് ചിലർ ബന്ധങ്ങൾ മുറിച്ച് കളയും. നിസ്സാര കാര്യത്തിന് ബന്ധങ്ങൾ മുറിച്ച് കളയും. അപ്പം ആത്മീയതയിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ അർത്ഥം എന്താണ്? ബന്ധങ്ങൾ നിലനിർത്തുകയാണ്. ബന്ധങ്ങൾ നിലനിർത്തണമെങ്കിൽ 2 കാര്യം ചെയ്യണം. എന്താണ് 2 കാര്യങ്ങൾ? ഒന്ന് ഞാൻ പറയാം. ഒന്ന് ക്ഷമിക്കുക. 2 എന്താണെന്നോ? സ്നേഹിക്കുക. വീണ്ടും എന്ത് ചെയ്യുക? പറഞ്ഞു, ക്ഷമിക്കുക. വീണ്ടും എന്ത് ചെയ്യുക? സ്നേഹിക്കുക. പുട്ടുണ്ടാക്കുന്ന പോലെ ആദ്യം അരിപ്പൊടി, പിന്നെ പീര, പിന്നെ അരിപ്പൊടി, പിന്നെയും പീര എന്ന് പറഞ്ഞ പോലെ ക്ഷമിക്കുക. അടുത്ത് പറ, സ്നേഹിക്കുക. പിന്നെയും പറ, ക്ഷമിക്കുക. പിന്നെയും സ്നേഹിക്കുക. ഭൂമിയോളം ക്ഷമിച്ചു, ഇനി എന്ത് ചെയ്യണം? ഇനിയും ക്ഷമിക്കുക, ഇനിയും സ്നേഹിക്കുക. എത്ര നാള്?
മൂക്കിൽ പഞ്ഞി വയ്ക്കുന്നത് വരെ. ഇതാണ് ഇതിൻ്റെ മരുന്ന്. അല്ലാതെ വേറെ മരുന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾക്കറിയാമെങ്കിൽ എനിക്ക് പറഞ്ഞു തരൂ. ക്ഷമിക്കുക, സ്നേഹിക്കുക. ഇങ്ങനെയാണ് ബന്ധങ്ങൾ നിലനിർത്താൻ പറ്റുള്ളൂ. അത്തരത്തിൽ നമ്മുടെ മനസ്സ് വിശാലമാകണം. അത്തരത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തിപ്പെടുത്തട്ടെ. സ്നേഹിക്കാൻ കഴിയുന്ന വിധത്തിൽ മുറിഞ്ഞു പോയ ബന്ധങ്ങൾ. ഈ ഒറീസയിൽ ഉണ്ടായിരുന്ന ഒരു സംഭവം 25 വർഷം മുമ്പാണ്. കഴിഞ്ഞ ദിവസം ഞാൻ അതൊന്നുകൂടെ വായിച്ചു. ഗ്രഹാം സ്റ്റെയിൻസ് എന്ന് പറഞ്ഞൊരു മിഷണറി, അദ്ദേഹത്തിൻ്റെ ഭാര്യ ഗ്ലാഡീസും 3 മക്കളും കൂടെ അവിടെ കുഷ്ഠരോഗികളെ ശുശ്രൂഷിക്കാൻ വന്നതാ. നമ്മുടെ നാട്ടുകാർ എന്ത് ചെയ്തു? ആ ഭർത്താവിനെ എന്ത് ചെയ്തു? ഗ്രഹാം സ്റ്റെയിൻസിനെ എന്ത് ചെയ്തു? അദ്ദേഹം കിടന്നുറങ്ങിയ വണ്ടിയിൽ അദ്ദേഹത്തിൻ്റെ മക്കളെ ഇട്ട് കത്തിച്ചു, പെട്രോൾ ഒഴിച്ച് കത്തിച്ചു. അദ്ദേഹത്തിൻ്റെ മക്കളെയും കത്തിച്ചു കൊന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഗ്ലാഡീസ് മകളുമായിട്ട് തിരിച്ച് നാട്ടിലേക്ക് പോവുക. മകളെ കൊല്ലാൻ കിട്ടിയില്ല. തിരിച്ച് നാട്ടിലേക്ക് പോകുമ്പോൾ പിന്നെ എയർപോർട്ടിൽ വെച്ച് പത്രക്കാർ തടഞ്ഞു നിർത്തി. ഗ്ലാഡീസിനോട് ചോദിച്ചു, നിങ്ങളുടെ ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും വണ്ടിയിലിട്ട് മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചവരോട് നിങ്ങൾ എന്തു പറയുന്നു? നമ്മളാണെങ്കിൽ എന്ത് പറയും? സത്യമുള്ള ദൈവമുണ്ടെങ്കിൽ ബാക്കി പറ. എന്ത് പറയാത്തത്? ഞാൻ പറയാം ബാക്കി. ഇതിനോട് ചോദിച്ചിരിക്കും എന്നല്ലേ പറയുള്ളൂ. പക്ഷെ ഗ്ലാഡീസ് പറഞ്ഞെന്താന്നോ? എൻ്റെ ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും കൊന്നവരോട് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ ക്ഷമിക്കുന്നു. ഞാൻ വീണ്ടും തിരിച്ചു വരും ഈ നാട്ടിലേക്ക്. എന്തൊരു സ്ത്രീയാ! അവര് ശരിക്കും ആരെ കണ്ടിട്ടുണ്ട്? യേശുവിനെ കാണുക മാത്രമല്ല, യേശുവിനെ ഉൾക്കൊള്ളും ചെയ്തു. ബന്ധം മുറിക്കണില്ല. പ്രിയപ്പെട്ടവരെ, എന്ത് നിസ്സാര കാര്യത്തിന് നമ്മൾ ബന്ധങ്ങൾ മുറിക്കുന്നത്? അടുത്ത വീട്ടിലെ മരത്തിൻ്റെ കമ്പങ്ങട്ട് വീണു, പ്ലാവിൻ്റെ ഇല വീട്ടിലേക്ക് വീണു. പിന്നെ അവൾ അവിടെ നിന്ന് എന്നെ നോക്കിയിട്ട് എന്ന് പറഞ്ഞ് തുപ്പി. ഇതൊക്കെയാണ് നമ്മുടെ ക്ഷമിക്കാൻ പറ്റാത്തതിൻ്റെ വലിയ വലിയ കാര്യങ്ങൾ. ഗ്ലാഡീസ് എന്ന് പറഞ്ഞ സ്ത്രീയുടെ അടുത്ത് ചെന്ന് നോക്ക്. അപ്പോൾ കാണാം അവൾ പറയുന്ന ക്ഷമയുടെ പാഠങ്ങൾ. മുറിഞ്ഞു പോയ ബന്ധങ്ങളെ എന്ത് ചെയ്യണം? കൂട്ടിയിണക്കണം. അതാണ് ബാർനബാസ്. ചില പൈസയുടെ കാര്യമൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ച് നമ്മളെ പാറ്റിച്ചു. നമ്മൾ ശശിയായി എന്നൊക്കെ പറയില്ലേ? നമ്മൾ നമ്മുടെ മകൾക്ക് വേണ്ടിയൊക്കെ എടുത്തു വെച്ചാണ്. പക്ഷെ കൃത്യമായിട്ട് അവർക്ക് തരാൻ പറ്റില്ല. നമ്മളവരെ പറയാത്ത തെറിയും എന്തെങ്കിലും ഉണ്ടോ? എന്നിട്ട് രാവിലെ തന്നെ അന്ന് പെസഹ നമ്മൾ കുർബാനയ്ക്കും പോവും. അസാധ്യ കഴിവാണ് കേട്ടോ നമുക്ക്. പ്രിയപ്പെട്ടവരെ, മുറിഞ്ഞു പോയ ബന്ധങ്ങളെ നമ്മൾ കൂട്ടിയിണക്കണം. ഏറ്റവും കുറഞ്ഞ പക്ഷം അവരോട് പ്രതികാര മനോഭാവമെങ്കിലും വെച്ചു പുലർത്താതെ ജീവിക്കണം. ഇതാണ് ക്രിസ്തീയത. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയൊക്കെ പറയണ്ടെങ്കിലും എനിക്ക് അത്ര അങ്ങോട്ട് തോന്നണില്ല ഈ തരത്തിൽ ആശ്വാസപുത്രനാകാൻ പറ്റുമെന്ന്. ഇപ്പം 2 ആശയങ്ങൾ ഞാൻ പറഞ്ഞു. വൈകി വന്നവർക്ക് വേണ്ടി ഒന്നുകൂടെ ഞാൻ പറയുന്നു. ആദ്യം, ആശ്വാസപുത്രൻ എന്ന പേര് ആർക്ക് തന്നെയാണ്? നമ്മുടെ കർത്താവിന് തന്നെയാണ്. കാരണം കർത്താവ് എന്താ പറഞ്ഞ്? അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമേ. അപ്പോൾ യഥാർത്ഥത്തിലുള്ള ആശ്വാസദായകൻ യേശുമ്പുരാനാണ്. എന്നാൽ അതേ അർത്ഥം വരുന്ന പേര് ഒരാൾ ഉണ്ട് ബൈബിളിൽ. അതാണ് നമ്മൾ കാണുന്നത് ബാർനബാസ്. അദ്ദേഹത്തെ ആദ്യം കാണുന്നത് അപ്പോസ്തല പ്രവർത്തനം 4-ാമത്തെ അധ്യായത്തിൻ്റെ 32 മുതലുള്ള വാക്യങ്ങളിലാണ്. അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ നെയിം ശരിക്കും ജോസഫ് എന്നാണ്. അദ്ദേഹം സൈപ്രസ് സ്വദേശിയാണ്. അദ്ദേഹം ലേവായനാണ്. ആളുകൾ അദ്ദേഹത്തെ വിളിച്ച പേരാണ് ബാർനബാസ്, ആശ്വാസപുത്രൻ. അങ്ങനെ നമ്മൾ ചകഞ്ഞ് പോയി നോക്കിയപ്പോൾ കണ്ടു എങ്ങനെ ആശ്വാസപുത്രനായത്. എങ്ങനെയാണ്? അദ്ദേഹത്തിൻ്റെ വയൽ വിറ്റ് കിട്ടിയ പണം അപ്പോസ്തലന്മാരുടെ കാൽക്കലർപ്പിച്ചു. അങ്ങനെ അദ്ദേഹം ആശ്വാസപുത്രനായി തീർന്നു എന്ന് പറഞ്ഞാൽ തനിക്കുള്ളത് പങ്കുവെക്കുന്നതിലൂടെ നമുക്ക് ആശ്വാസപുത്രനായിട്ട് മാറാൻ സാധിക്കും എന്നാണ് ആദ്യം ഞാൻ പറഞ്ഞത്. കണ്ണ് അടച്ചിരുന്ന് ആര് കേൾക്കരുതേ, കണ്ണ് തുറന്നിരിക്കുക. ഇതിലൂടെയൊക്കെ ചെകുത്താന്മാരിങ്ങനെ നടന്ന് ചില കണ്ണിൻ്റെ കൺപോളയം ഇങ്ങനെ വലിച്ചു താക്കാണ്. ഈ കടയുടെ ഷട്ടർ താക്കണോണം. ചില വളരെ പണിപ്പെട്ട് ഇങ്ങനെ ഉയർത്താൻ ശ്രമിക്കുന്നുണ്ട് കൺപോള, പക്ഷെ പിടിച്ചിട്ട് കിട്ടണില്ല. ഒന്ന് ശരിക്കും ശ്രദ്ധിച്ചിരിക്കണേ. കണ്ണടഞ്ഞു പോയാൽ എല്ലാം പോയി. കണ്ണടയും ഒരു ദിവസം, അന്ന് അടഞ്ഞാൽ മതി, ഇന്ന് അടയേണ്ടതില്ല കേട്ടോ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. രണ്ടാമത് ബാർനബാസിനെ നമ്മൾ കണ്ടു. എവിടെയാണ് നമ്മൾ കണ്ടത്? അപ്പോസ്തല പ്രവർത്തനങ്ങൾ 9-ാമത്തെ അധ്യായത്തിൻ്റെ 26-ാം 27-ാം വാക്യത്തിൽ കണ്ടു. അവിടെ ബാർനബാസിനെ കാണുന്നത് ഒരു പ്രത്യേക സന്ദർഭമാണ്. സാവൂൾ അല്ലെങ്കിൽ പൗലോസ്, അദ്ദേഹം മാനസാന്തരപ്പെട്ടെങ്കിലും അദ്ദേഹത്തിന് സഭയോട് ചേരാൻ ആഗ്രഹമുണ്ട്. അപ്പോസ്തലന്മാരെ കൂടെ വരാൻ ആഗ്രഹമുണ്ട്. അവർ കയറ്റത്തില്ല. അപ്പോഴാണ് ബാർനബാസ് ഇടപെട്ട്
ഒരു മീഡിയേറ്ററായിട്ട് നിന്നിട്ട് പറഞ്ഞു, ഈ പൗലോസിനെ കൂട്ടിക്കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുത്തിട്ട് പറഞ്ഞു, അവൻ കുഴപ്പക്കാരനല്ല ആയിരുന്നു, പക്ഷെ ഇപ്പൊ കുഴപ്പമില്ല, നമ്മുടെ സഭയോട് ചേർക്കാവുന്നതാണ്. അങ്ങനെ ഒരു ബന്ധത്തെ കൂട്ടിയിണക്കിക്കൊണ്ട് അദ്ദേഹം ഇതാ ആശ്വാസപുത്രനായി തീരുന്നു. എനിക്ക് തോന്നുന്നത് ആദ്യത്തെ ഈ പണം കൊടുക്കുന്നതിനേക്കാൾ വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണെന്തെന്ന് പറഞ്ഞേൻ, മിണ്ടല്ലോ പറഞ്ഞേൻ. ഈ കൂട്ടിയിണക്കാൻ, തല്ലിപ്പൊളിക്കാൻ വളരെ എളുപ്പമാണ് അല്ലേ? ഒരു ബന്ധത്തെ കൂട്ടിക്കെട്ടി കൊണ്ടുപോകാൻ വലിയ പാടാണ് കേട്ടോ. അതുകൊണ്ട് മുറിഞ്ഞു പോയ ബന്ധങ്ങൾ മുറിച്ചു കളയരുത്. പിശാചിന്റെ ഏറ്റവും വലിയ ടെക്നിക്കാണ് ബന്ധങ്ങൾ മുറിച്ചു കളയും. അപ്പം നമ്മളെന്നും പരിശോധിക്കണം, കർത്താവേ, എൻ്റെ ഭർത്താവുമായിട്ടുള്ള ബന്ധം, ഭാര്യയായിട്ടുള്ള ബന്ധം, ഭാര്യയുടെ മാതാപിതാക്കളായി, ഭർത്താവിൻ്റെ മാതാപിതാക്കളായി, അല്ലെങ്കിൽ മകൻ വിവാഹം കഴിച്ചു കൊണ്ടുവന്ന പെൺകുഞ്ഞ്, അവളുടെ മാതാപിതാക്കൾ, എന്തുമാത്രം ബന്ധങ്ങളാ. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ മുഖം എന്താ കറുത്തു പോണേ? ഞാൻ കണ്ണട വെച്ചിട്ട് തോന്നുന്നതാണോ? അല്ലല്ലോ, കണ്ണട വെച്ചിട്ട് തോന്നുന്നതല്ല. മുഖം കറുത്തു പോകുന്നവർ പറഞ്ഞേ ഹല്ലേലൂയ. അതെ, അപ്പം അതിനൊരു വ്യത്യാസം ഉണ്ടാവണം. നല്ല സത്യസന്ധരാണ് കേട്ടോ ഈ ആഴ്ച വന്നിരിക്കുന്ന എല്ലാവരും. അപ്പം അതുകൊണ്ട് മുഖമൊന്നും കറക്കണ്ട. ഇങ്ങനെ മുറിഞ്ഞു പോയ ബന്ധങ്ങളെയൊക്കെ നമുക്ക് ചേർത്തിണക്കണം. അതിനു വേണ്ടിയിട്ടാണ് കർത്താവ് നമ്മളെ വിളിച്ചു കൂട്ടിയിരിക്കുന്നത്. ഒരു ബന്ധവും മുറിച്ച് കളയണ്ട. പക്ഷേ ഒരു എക്സെപ്ഷൻ ഞാൻ പറയുകയാണ്, ചില ബന്ധങ്ങൾ മുറിച്ച് കളയാം. ഏത് ബന്ധമാണോ നമ്മളെ പാപത്തിലേക്ക് നയിക്കുന്ന ബന്ധമാണെങ്കിൽ മുറിച്ചോളൂ. വൈകുന്നേരം ആകുമ്പോൾ ഒരു ചേട്ടായി നമ്മുടെ അപ്പച്ചന്മാരുടെ അടുത്ത് വന്ന് വീട്ടിൽ വന്ന് പറയാം, ജോസേ വാ, എവിടേക്കാ, സാധനം മേടിച്ചു വെച്ചിട്ടുണ്ട്, വാ മിനുങ്ങാൻ. നീ ആ ബന്ധം മുറിച്ചേക്ക്, ദൈവം ഒന്നും പറയില്ല. നീ മദ്യപിക്കാനായിട്ട് പോകുന്ന ബന്ധങ്ങളില്ലേ, മുറിച്ച് കളഞ്ഞേക്ക്. അല്ലെങ്കിൽ നമ്മുടെ പാപ വഴിയിലേക്ക് നയിക്കുന്ന ഏതെങ്കിലും ബന്ധങ്ങളുണ്ടോ, അതിന് വളവും വെള്ളമിട്ട് കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. ആ ബന്ധങ്ങളൊക്കെ മുറിച്ച് കളഞ്ഞുകൊണ്ട് ദൈവമൊന്നും പറയില്ല. അതുകൊണ്ട് അല്ലാത്ത ബന്ധങ്ങളെല്ലാം നിലനിർത്തണം. പാപത്തിലേക്ക് നയിക്കുന്ന ബന്ധങ്ങൾ ബന്ധനങ്ങളാണ്. ആ ബന്ധങ്ങൾ നമുക്ക് ആവശ്യമില്ല. ചേർന്ന് പറഞ്ഞേന് ഹല്ലേലൂയ, എന്നുറക്കെ പറഞ്ഞേന് ഹല്ലേലൂയ. രണ്ട് കാര്യങ്ങൾ നമ്മൾ കണ്ടു അല്ലേ? മൂന്നാമത്തെ കാര്യത്തിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ തന്നെയാണ് വീണ്ടും നമ്മൾ കാണുന്നത്. 11-ാമത്തെ അധ്യായം, അപ്പോസ്തല പ്രവർത്തനം 11. നിങ്ങളിവിടെ മാത്രം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ, ഇങ്ങോട്ട് മാത്രം ശ്രദ്ധിച്ചാൽ മതി. നമ്മുടെ വിഷയം എന്താണ്? എന്തൊക്കെയോ വിഷയമാണ്. എന്താ നമ്മുടെ വിഷയം? എന്താ പറഞ്ഞേ? ആശ്വാസപുത്രൻ കേട്ടോ. ആശ്വാസപുത്രനാണ് വിഷയം. ശ്രദ്ധിച്ചിരിക്കണേ. മൂന്നാമത്തെ ആശയത്തിലേക്ക് പോകുന്നു. മൂന്നാമത്തെ ആശയം അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ തന്നെയാണ്. 11-ാമത്തെ അധ്യായത്തിലാണ്, 27-ാം വാക്യം മുതൽ, 11-27 മുതൽ. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഇക്കാലത്ത് ജെറുസലേമിൽ നിന്ന് പ്രവാചകന്മാർ അന്ത്യോക്യയിലേക്ക് വന്നു. ജെറുസലേമിൽ ധാരാളം പ്രവാചകന്മാരുണ്ടായി. അവര് അന്ത്യോക്യയിലേക്ക് വന്നു. അന്ത്യോക്യ ക്രിസ്ത്യാനികൾ എന്ന് അറിയപ്പെട്ട സ്ഥലമാണ് അന്ത്യോക്യ. 2 അന്ത്യോക്യ ഉണ്ടെന്ന്, സിറിയയിലുള്ള അന്ത്യോക്യുണ്ട്, 2 പിസിദിയ എന്ന് പറയുന്ന സ്ഥലത്ത് അന്ത്യോക്യുണ്ട്. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, കാരണം ഒരു ബൈബിൾ സ്റ്റഡി അല്ലല്ലോ. ഏതാണെങ്കിലും ജെറുസലേമിൽ നിന്ന് ആളുകൾ അന്ത്യോക്യയിലേക്ക് വന്നു. അവരിൽ ഹാഗാബോസ് എന്നൊരുവൻ എഴുന്നേറ്റ്, ഒരു പ്രവാചകനായിരുന്നു ഹാഗാബോസ്. ഒന്ന് പറയാമോ? ഹാഗാബോസ് പറയുന്നില്ലല്ലോ. ഏഷ്യ, ജെറമി, അങ്ങനെയുള്ള പ്രവാചകന്മാരില്ലേ? എന്നാൽ പുതിയ നിയമത്തിൽ ഒരു പ്രവാചകന്റെ പേര് പറയുന്നു. ഹാഗാബോസ് എന്നൊരുവൻ എഴുന്നേറ്റ് ലോകവ്യാപകമായ ഒരു വലിയ ക്ഷാമമുണ്ടാകുമെന്ന് പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതനായി പ്രവചിച്ചു. അദ്ദേഹം പ്രവചിച്ചതുകൊണ്ടാണ് ഞാൻ പ്രവാചകൻ എന്ന് പറഞ്ഞത്. അദ്ദേഹം ഇങ്ങനെ പ്രവചിച്ചു. എന്താണ് പ്രവചിച്ചത്? ലോകത്ത് മുഴുവൻ വ്യാപിക്കുന്ന ഒരു ക്ഷാമമുണ്ടാകും. അദ്ദേഹം പ്രവചിച്ചു. ആ ക്ഷാമമുണ്ടായി. എന്നുണ്ടായേ? ക്ലൗദിയൂസ് എന്ന് പറയുന്ന ഭരണാധികാരിയുടെ കാലത്ത്, ക്ലൗഡിയസ് എന്ന് പറയും, ക്ലൗദിയൂസിന്റെ ഭരണകാലത്ത് ഈ ശാപമുണ്ടായി. ആരുടെ പ്രവചനപ്രകാരം? ഹാഗാബോസ് എന്ന് പറഞ്ഞ ഒരാള് പ്രവചിച്ചു. ആ പ്രവചനം അനുസരിച്ച് തന്നെ വലിയ ക്ഷാമമുണ്ടായി. അപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത വീട്ടിൽ അമ്മച്ചി മരിക്കുന്നൊരു സ്വപ്നം കണ്ടു, അല്ലെങ്കിൽ ഒരു ദർശനം കിട്ടിയെന്ന് വിചാരിക്കുക. അങ്ങനെ പിറ്റേ ദിവസം നമ്മൾ കട്ടിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ വലിയ കരച്ചിൽ കേൾക്കുക. നമ്മൾ നോക്കിയപ്പോൾ അപ്പുറത്തെ വീട്ടിൽ അമ്മച്ചി മരിച്ചു. നമ്മൾ എന്തായിരിക്കും ചിന്തിക്കുക? സത്യം പറയണം. ദൈവമേ, എനിക്ക് കിട്ടിയ മെസ്സേജ് പറ എന്തൊരു കൃത്യ, തള്ള പോയി. അങ്ങനെയല്ലായിരുന്നു. ഹാഗാബോസ് പ്രവചിച്ചതുപോലെ ലോകവ്യാപകമായ ക്ഷാമമുണ്ടായപ്പോൾ ആള് കൈയടിച്ച് ചിരിക്കല്ല ചെയ്തത്. പിന്നെന്ത് ചെയ്തു? കേൾക്കാം. ക്ലൗദിയൂസിന്റെ ഭരണകാലത്ത് ഈ ക്ഷാമമുണ്ടായി. ശിഷ്യരെല്ലാവരും, ഈശോയുടെ ശിഷ്യന്മാരെല്ലാവരും തങ്ങളുടെ കഴിവനുസരിച്ച്
യൂദയായിൽ താമസിച്ചിരുന്ന സഹോദരന്മാർക്ക് ദുരിതാശ്വാസം എത്തിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. ബാർനബാസും സാവൂളും വഴി സഹായം ശ്രേഷ്ഠന്മാർക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ട് അവർ അത് നിർവഹിക്കുകയും ചെയ്തു. വീണ്ടും പുള്ളിക്കാരൻ പ്രത്യക്ഷപ്പെടുന്നു. ആര്? ബാർനബാസ്. ദുരിതങ്ങളിൽ പെട്ട് കഴിയുന്നവരെ സഹായിക്കുന്നു. ദുരിതാശ്വാസം എന്ന് പറഞ്ഞു കേട്ടില്ലേ? ഇദ്ദേഹം ഏതൊക്കെ റോളാ ചെയ്യണേന്ന് നോക്കി. ദുരിതങ്ങളിൽ പെട്ട് കഴിയുക. പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയ സന്ദേശമനുസരിച്ച് ദുരിതമുണ്ടായി. ആ ദുരിതം ഉണ്ടായപ്പോൾ മാറി നിൽക്കല്ല ചെയ്യണേ. പിന്നെയോ അവർ കളക്ഷനൊക്കെ എടുത്ത് ഇത് ആര് വഴിയെ കൊടുത്തേ? ബാർനബാസും പിന്നെ ആരാണ്? പൗലോസും വഴി ഈ സഹായം എത്തിച്ചു കൊടുത്തു. ഭയങ്കര മനുഷ്യനെട്ടോ. പക്ഷെ നമ്മൾ ആരും അറിയപ്പെടാതെ കിടക്കുന്ന ആള് ആര് പറഞ്ഞേ? ബാർനബാസ്. പക്ഷെ ആള് കണ്ട ബൈബിളിലൂടെ സൂക്ഷിച്ചു പോയാൽ ഇങ്ങനെയുള്ള ആളുകളെ കാണാം. ഇങ്ങനെയുള്ള ആളുകളെ എടുത്ത് പഠിക്കുന്ന രീതിയെ പറയുന്ന പേരാണ് ക്യാരക്ടർ സ്റ്റഡി. ഈ ക്യാരക്ടറെ പഠിക്കുകയാണ് നമ്മൾ. എന്തിനാ പഠിക്കുന്നത്? അയാളുടെ നല്ല സ്വഭാവ ഗുണങ്ങളൊക്കെ നമുക്ക് മിണ്ടറില്ല, നമുക്ക് അനുകരിക്കാൻ വേണ്ടി, സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിനു വേണ്ടിയിട്ടാണ് അവിടെ വന്നിരിക്കുന്നത്. ചിലരുടെ വിചാരം എല്ലാ വ്യാഴാഴ്ചയും വന്നിരുന്ന് 7 ആഴ്ച ഇവിടെ വന്നിരുന്ന നമ്മുടെ കാര്യങ്ങളിൽ ഇടപെടുന്ന ദൈവം ഇവിടെ വന്നിരുന്ന് ഉറങ്ങിയാലും മതി. അങ്ങനെയുള്ള ബോധ്യമുള്ളവർ പറഞ്ഞാൽ ഹല്ലേലൂയ. ഓ ഭാഗ്യം. വളരെ കുറവ് ആൾക്കാർ. വെറും തെറ്റിദ്ധാരണയുണ്ടോ? വെറും തെറ്റിദ്ധാരണ. മെഡിക്കൽ ഷോപ്പ് കണ്ടോ? കൂണ് പോലെ മുളച്ചു പൊങ്ങാൻ മെഡിക്കൽ ഷോപ്പ്. അതിൻ്റെ അർത്ഥം എന്താണ്? മെഡിക്കൽ ഷോപ്പ് നടത്തുന്നവരെ കുറ്റം പറയുന്നതല്ല കേട്ടോ. മെഡിക്കൽ ഷോപ്പ് കൂടുതൽ വളരുന്നതിൻ്റെ അർത്ഥം എന്താണ്? ഇവിടെ നല്ല ലക്ഷണമാണോ ചീത്ത ലക്ഷണമാണോ? ചീത്ത ലക്ഷണമാണ്. ഇവിടെ രോഗികളുടെ എണ്ണം കൂടുന്നു, അല്ലെങ്കിൽ രോഗികളാക്കി മാറ്റുന്നതിൻ്റെ എണ്ണം കൂടുന്നു എന്നാണ്. ആ മെഡിക്കൽ ഷോപ്പിൽ എല്ലാം മരുന്നുകളും ഉണ്ട് അല്ലേ? പക്ഷെ മരുന്നെടുത്ത് കൊടുക്കുന്ന ചേട്ടനെ നമ്മൾ സൂക്ഷിച്ചപ്പോൾ വലിയ വലി. അപ്പം നമ്മൾ ചോദിച്ചു, ആസ്മയുണ്ടോ? ഓ, മരുന്നില്ല ഇവിടെ? ഉണ്ട്. കഴിക്കാറില്ലേ? കഴിക്കാറില്ല. ഇതുപോലെ ക്രിസ്ത്യാനി എല്ലാം മരുന്നും കയ്യിലുണ്ട്, പക്ഷെ ഞങ്ങള് പറ കഴിക്കൂല. ഞങ്ങള് 7 ആഴ്ച ഇവിടെ വന്നിരുന്ന് പൊക്കോളാം, അല്ലെങ്കിൽ 10 ആഴ്ച ഇവിടെ വന്നിരുന്ന് പൊക്കോളാം. നിനക്കുള്ള മരുന്നാണ് തരണേ. ഒരാഴ്ച വരുമ്പോൾ നിനക്ക് കിട്ടുന്ന ഓരോ ഡോസും മരുന്ന് സ്വീകരിക്കണം. അങ്ങനെ സ്വീകരിക്കുമ്പോൾ നിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും. അപ്പോഴാണ് നമ്മുടെ ആവശ്യങ്ങളിൽ ദൈവം ഇടപെടുക. അല്ലാതെ ഈ കസേരയിൽ വന്നിരുന്നിട്ട് കാര്യമുണ്ടോ? ഈ കസേര എന്തുമാത്രം ധ്യാനം കൂടിയതാ. ആന്തരിക സൗഖ്യ ധ്യാനം, ദമ്പതി ധ്യാനം, ക്രിസ്ത്യൻ ധ്യാനം, വൺ ഡേ ധ്യാനം. വല്ല വ്യത്യാസം ഉണ്ടോ കസേരയ്ക്ക്? വേർപ്പിൻ്റെ നാറ്റം ഉണ്ടാവും. അത്രയാണ്. ഈ കസേരയിൽ ഇരിക്കുന്നവർ അതുപോലെ ആയിരിക്കരുത്, കസേര പോലെ ഇരിക്കരുത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഇത് ഇങ്ങനെ സ്പോഞ്ച് വെള്ളം വലിച്ചെടുക്കണോണം ഈ ആശയങ്ങൾ സ്വീകരിക്കണം. ദൈവത്തിൻ്റെ വചനമാണ്, അത് സ്വീകരിക്കണം, സംശീകരിക്കണം. അപ്പോഴാണ് നമുക്ക് വ്യത്യാസം ഉണ്ടാവുക. ചേർന്ന് പറഞ്ഞ് ഹല്ലേലൂയ. അതാണ് ഞാൻ ഉറങ്ങല്ലേ എന്ന് പറയുന്നത്. ഉറങ്ങിയത് മനസ്സിലാവില്ലല്ലോ. ഇതിപ്പോൾ ഒരു ഗുളികയായിട്ട് തരാൻ പറ്റിയെങ്കിൽ നമുക്ക് ആ ബ്രെഡിൻ്റെ കൂടെ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഊണ് കഴിക്കുമ്പോൾ കഴിച്ചാൽ മതി. ഇന്നത്തെ ആശയങ്ങളൊക്കെ ഉള്ളിലേക്ക് കയറി അത് ആമാശയത്തിലേക്കേ പോവുള്ളൂ. പിന്നെ എവിടേക്ക് പോവും? മറപ്പുരയിലേക്ക് പോവും. ഇത് ആമാശയത്തിലേക്ക് പോകാനല്ല, നിന്റെ മനസ്സിലേക്ക്, നിന്റെ ആത്മാവിലേക്ക് ഇത് ഇറങ്ങണം. അപ്പോഴാണ് നിനക്ക് വ്യത്യാസം ഉണ്ടാവുള്ളൂ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. 3 ആശയങ്ങൾ ഞാൻ പറഞ്ഞു. 3ാമത്തെ പോയിന്റ് എന്താണ് പറഞ്ഞേ? ദുരിതങ്ങളിൽ പെട്ട് കഴിയുന്നവരെ സഹായിക്കുന്നു. നമ്മുടെ ഈ ബന്ധുക്കളിൽ തന്നെ നോക്കി, ഈ കുട്ടികളൊക്കെ +2 കഴിഞ്ഞു. ഒരു കുട്ടിക്ക് നഴ്സിംഗ് പഠിക്കാൻ പോകണം, അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് വേറെ എന്തെങ്കിലും കോഴ്സിന് പോകണം. പൈസ ഇല്ലാതെ വിഷമിക്കുന്ന എന്തോരം പേരാന്നുള്ളത്. നമുക്ക് ചിലപ്പോൾ അവർക്കുള്ള ഒരു സെമിൻ്റെ വേണമെങ്കിൽ ഒരു സെമസ്റ്ററിൻ്റെ ഫീസായിട്ട് നമുക്ക് കൊടുക്കാം. വീട് പണിയാൻ കഴിയാത്തവർ, വീട് പണിതിട്ട് പൂർത്തിയാക്കാൻ വഴിയാത്തവർ, ഒരു കട്ടില മുൻവശത്തെ ഒരു ഡോറ് ഞാൻ മേടിച്ചു തരണ്ടോ, അല്ലെങ്കിൽ ഒരു വിൻഡോ മേടിച്ചു തരാട്ടോ. ഒരെണ്ണം മതി. വീട് പണിയാൻ പറ്റണ്ട, ചെയ്യാൻ പറ്റില്ലേ? എന്ത് പറയുമ്പോൾ നിങ്ങളിങ്ങനെ കീഴ്പോട്ട് നോക്കി പോണേ. തലയ്ക്ക് ഭയങ്കര ഭാരം ഈ ക്ലാസ്സിൻ്റെ സമയത്ത്. അങ്ങനെയാ, പലതുള്ളി പെരുവെള്ളം. അങ്ങനെ ഒരു കാര്യം നേടിയെടുക്കേണ്ട, അല്ലെങ്കിൽ നമ്മളൊരു സമൂഹത്തിൽ ഒരു നന്മ ചെയ്യേണ്ടത് അങ്ങനെയാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും സാധിക്കും. പനക്കലച്ഛൻ പറയാറുള്ള വാക്ക് പറയാം. അച്ഛൻ പറയുന്നൊരു കാര്യം ഇതാണ്: നമുക്ക് ആരിൽ നിന്നും ഒന്നും വേണ്ട എന്ന് പറയത്തക്ക വിധത്തിലുള്ള ധനവാന്മാർ ആരുമില്ല. ആരിൽ നിന്നും എനിക്കൊന്നും വേണ്ട എന്ന് പറയത്തക്ക വിധത്തിൽ ധനവാനായിട്ട് ആരുമില്ല. എനിക്കൊന്നും കൊടുക്കാൻ കഴിയാത്ത തരത്തിലുള്ള ദരിദ്രന്മാരും ആരുമില്ല. ഗ്യാസ് കൊണ്ടുവരുന്ന ആൾ വേണ്ട. ഈ പണക്കാരൻ്റെ അംബാനിയുടെ വീട്ടിലേക്ക് എന്തെത്തിക്കണം പറ? ഈ സംഗതി കത്തോ അല്ലെങ്കിൽ
കണ്ടോ, തുണി അലക്കാൻ ആൾ വേണ്ടേ? അപ്പൊ ആളുകളുടെ സഹായമില്ലാതെ നടക്കൂല പ്രിയപ്പെട്ടവരെ. പാല് കൊണ്ടുവരാൻ ആൾ വേണ്ടേ? പത്രം കൊണ്ടുവരാൻ ആൾ വേണ്ടേ? എന്തുമാത്രം ആളുകൾ വേണം? നമുക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റത്തില്ല. നമ്മൾ ഒരു സമൂഹത്തിന്റെ ഭാഗമാണ്. അങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ചില ആളുകൾ നമ്മുടെ ഇടയിലുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ ഉണ്ടെന്നല്ല, ചില അയൽക്കായിട്ട് ഒരു ബന്ധവുമില്ല. ഭയങ്കര അപകടം ഉണ്ടോ അങ്ങനെ ജീവിക്കുന്നത്? അയൽക്കാരൊക്കെ ആയിട്ട് ബന്ധമുണ്ടാവണം. നമുക്ക് ഒരു ബന്ധവുമില്ല. അവസാനം ഞാൻ ഒരു ഫോട്ടോയിൽ കണ്ടു, ഒരു അമ്മ മരിച്ച് കട്ടിലിൽ കിടക്കുന്നു. മരിച്ചു എന്ന് പറഞ്ഞാൽ അമ്മയില്ല, അസ്ഥി മാത്രം. അമ്മ വടിയായി, നാട്ടുകാരൊന്നും അറിഞ്ഞിട്ടില്ല, ചീഞ്ഞ് അഴുകിപ്പോയി. മകന് കുറേ കാലമായി വിദേശത്ത് നിന്ന് വിളിക്കണ, ഒരു ഫോൺ റിങ് ചെയ്യണില്ല, എടുക്കണില്ല. അവസാനം പിന്നെ ഏറെ കാലം കഴിഞ്ഞ് ഞാൻ അന്വേഷിക്കുമ്പോൾ മനസ്സിലായ അമ്മയുടെ അസ്ഥിക്കൂടം മാത്രം കട്ടിലിൽ കിടക്കുന്നു. ഒരു ബന്ധമില്ലാതെ ജീവിച്ചെങ്ങനെയാവും? നമുക്ക് ബന്ധമുണ്ടാകണം ആളുകളായിട്ട്. ബന്ധങ്ങളൊന്നും മുറിച്ച് കളയരുത്. ചേർന്ന് പറഞ്ഞേൻ ഹല്ലേലൂയാ. 3 ആശയങ്ങൾ ഞാൻ പറഞ്ഞു. 3ാമത്തെ ആശയം ഒന്നുകൂടെ പറയാം. ദുരിതങ്ങളിൽ പെട്ട് കഴിയുന്നവർക്ക് ഒരു സഹായഹസ്തം. അണ്ണാറക്കണ്ണനും തന്നാൽ പഴമൊഴിയൊക്കെ നന്നായിട്ട് അറിയാം അല്ലെ? എല്ലാം അറിയാം നമുക്ക്. ഇനി അതങ്ങോട്ട് പ്രവർത്തിച്ചാൽ മാത്രം മതി. ഇപ്പൊ 3 ആശയങ്ങൾ ഞാൻ പറഞ്ഞു. പോയിന്റ് നമ്പർ 4 അല്ലേ? 4ാമത്തെ ആശയത്തിലേക്ക് നമുക്ക് പോവാം. ഇതും അപ്പോസ്തല പ്രവർത്തനങ്ങളിലാണ്. ഇന്ന് വീട്ടിൽ ചെന്ന് അപ്പോസ്തല പ്രവർത്തനങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കണം. അപ്പൊ ഇങ്ങനെയുള്ള ധാരാളം കഥാപാത്രങ്ങളെ കാണാൻ പറ്റും. ഉറങ്ങരുത്. എല്ലാവരും ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഞാനൊരു സ്ഥലത്ത് ജാഗരണ പ്രാർത്ഥന നടത്താൻ പോയി. രാത്രി ജാഗരണ പ്രാർത്ഥനയ്ക്ക് പോയപ്പോൾ എന്നെ വിളിച്ച അച്ഛനോട് ഞാൻ പറഞ്ഞു, അച്ഛാ, രാത്രി മുഴുവൻ ഉറക്കളിച്ചിരിക്കാൻ എനിക്ക് പറ്റില്ല. രാത്രി മുഴുവൻ ഉറക്കളിച്ച് കഴിഞ്ഞാൽ എനിക്ക് വയറിന് അസുഖം വരും. അതുകൊണ്ട് ഞാൻ ഏതെങ്കിലും 1-2 മണിക്കൂർ ഞാൻ പ്രസംഗിക്കാൻ വരാച്ച. അപ്പോൾ എപ്പോഴാണ് വരണ്ടേ? നീ ഒരു 1:30-2 മണിയാകുമ്പോൾ വാ. എൻ്റെ ദൈവമേ, ആ സമയത്ത് ആ കള്ളന്മാർ വീടുകളിൽ കയറാം. എത്ര ഉറക്കമില്ലാത്തവനും ഉറങ്ങണ സമയത്താ. അങ്ങനെ ഞാൻ ചെല്ലാന്നും പറഞ്ഞല്ലോ. അങ്ങനെ ഈ 1:30-2 മണിയായപ്പോഴേക്കും ഞാൻ അവിടെ എത്തി ആളുകളൊക്കെ ഇരുന്ന് ഉറങ്ങണ കണ്ടിട്ട് എനിക്ക് കൊതിയാവണ്. ആരോ പ്രസംഗിക്കുന്നുണ്ട്, അമ്മമാരൊക്കെ ഇരുന്ന് നല്ല ഉറക്ക. അപ്പം ഞാൻ ഈ പള്ളിയുടെ പുറകുവശത്ത് സങ്കീർത്തി കയറിയപ്പോഴല്ലേ അവിടെ എന്തോ ചാക്കിൽ ഇങ്ങനെ കെട്ടി വെച്ചാണ്, പ്ലാസ്റ്റിക്കിൻ്റെ ചാക്കിൽ. അപ്പം ഞാൻ വെറുതെ അങ്ങനെ പിടിച്ചു നോക്കിയത് ഉണ്ടംപൊരി ആയിരിക്കും. ഉണ്ടംപൊരിയുടെ ഒരു വലിപ്പമുണ്ടോ ഇതിന്? ഇങ്ങനെ പിടിച്ചു നോക്കിയപ്പോൾ കട്ടൻ ചായയും ഉണ്ടംപൊരിയും ഇടയ്ക്ക് കൊടുക്കാനായിരിക്കും. അപ്പം ഞാനിങ്ങനെ അത് പിടിച്ചു നോക്കിയപ്പോൾ അച്ഛൻ ചോദിച്ചു, അച്ഛൻ അവിടെ വന്നു, അച്ഛാ ഇത് നിന്നാ ഉണ്ടംപൊരിയാണോ? ഉണ്ടംപൊരി അല്ലെന്ന് പറഞ്ഞു. പിന്നെ എന്താ? ചാക്കഴിച്ചപ്പോൾ ചാക്ക് ഗുണ്ടാണ്. ഗുണ്ട് പെരുന്നാളിന് പൊട്ടിക്കണ ഗുണ്ടില്ല, ഗുണ്ട്. അരമണിക്കൂർ ഇടയ്ക്ക് അച്ഛൻ ജനലിൻ്റെ സൈഡിലിട്ട് പൊട്ടിക്കുന്നത്. ആളുകളങ്ങോട്ട് ഞെട്ടി തെറിക്കും. എനിക്കാണെങ്കിൽ ഈ സാധനത്തിന് ഭയങ്കര പേടിയാണ്. അപ്പം ഞാൻ ചോദിച്ചു, അച്ഛൻ ഇതെന്തിനാണ്? ആൾക്കാർക്കൊരു ഉണർവ് കിട്ടാനാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ പ്രസംഗിക്കുമ്പോൾ പറയണ്ട, പൊട്ടിക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് കിട്ടിയ 1.5 മണിക്കൂർ ഗുണ്ട് പൊട്ടിച്ചില്ല. പ്രസംഗം കഴിഞ്ഞ് ഇറങ്ങാൻ അപ്പോഴേക്കും ജനലിൽ 2 ആൾത്താരപാലന്മാർ നിർത്തിയിട്ട് പൊട്ടിക്കാൻ വേണ്ടി. എനിക്ക് ഇവിടെയും അങ്ങനെ തോന്നണു. ഈ സൈഡിലൊക്കെ ആളുകളെ എന്തുകൊണ്ട് നിർത്തണം? ഗുണ്ട് കൊണ്ട് നിർത്തണം. അപ്പോൾ ഗുണ്ട് പൊട്ടിച്ചാൽ പ്രിയപ്പെട്ടവരെ ഞെട്ടലുണ്ടാവുള്ളൂ. ഉണർവ് എന്ന് പറയുന്നത് മറ്റൊന്നാണ്. ഉണർവ് എന്താണ്? നമ്മുടെ ഉള്ളിൽ നിന്നുണ്ടാകേണ്ടതാണ്. എന്തെന്ന്? ഉണർവ് ഉള്ളിൽ നിന്നുണ്ടാകേണ്ടതാണ്. മറ്റേത് ഞെട്ടലാണ്. ഞെട്ടല് വേറെ, ഉണർവ് വേറെ. നമുക്ക് ഏതാണോ ഉള്ളത്? ഞെട്ടലാണോ ഉണർവാണോ? ഓ ഭാഗ്യം പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഉണർവാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. ഉണർവ്, നമ്മുടെ ഉള്ളു ഉണർന്നിരിക്കുന്ന ഒരവസ്ഥ, അതാണ് നമുക്ക് വേണ്ടത്. നമുക്ക് നോക്കാം. ഇത്രയും കാര്യങ്ങൾ അപ്പോസ്തലന്റെ കൂടെ അല്ലെങ്കിൽ ബാർനബാസും പൗലോസും ഒക്കെ ഒരുമിച്ചതൊക്കെ ചെയ്യുന്നത് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. അവസാന ഭാഗമായപ്പോൾ പൗലോസും കൂടിയല്ലോ ദുരിതങ്ങളിൽപ്പെട്ട് കഴിയുന്നവരെയൊക്കെ സഹായിക്കാൻ. അത് കഴിഞ്ഞപ്പോൾ കർത്താവ് അവർക്ക് തൻ്റെ ശുശ്രൂഷയിൽ വ്യാപരിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർക്ക് ഉയർച്ച നൽകുകയാണ്. ഇവിടെ നമ്മുടെ ഈ ധ്യാന കേന്ദ്രത്തിൽ വന്ന എല്ലാ മാതാപിതാക്കളും ദമ്പതിമാർ, നിങ്ങൾ ആരുമായിക്കൊള്ളട്ടെ, നമ്മൾ ആളുകളെ കർത്താവിലേക്ക് അടുപ്പിക്കുന്ന എന്തെങ്കിലും ഒരു ശുശ്രൂഷ ചെയ്യണം. ആ കർത്താവിൻ്റെ വേലയ്ക്ക് ഒരു കൈത്താങ് കൊടുക്കണം. അപ്പോൾ ദൈവം നമ്മുടെ കാര്യത്തിൽ ഇടപെടും. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഒരു 90 ലക്ഷം കടമുള്ള ഒരാളെ ഞാൻ കണ്ടു. 90 ലക്ഷം കടം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഷെയ്ക്കാൻ്റെ കൊടുത്തു. അപ്പോൾ ആൾ ചോദിച്ചു, എന്തിനത്? ഇത്രയും കട ആക്കി എടുത്തല്ലോ. അപ്പോൾ ആളൊരു വക്കീൽ സാറും കൂടി. അപ്പോൾ നന്ദു ബ്രദറെ അങ്ങനെയൊന്നും പറയല്ലേ,
അപ്പം ഞാൻ പറഞ്ഞു, ഇത് എങ്ങനെ കടായി? അതൊന്നും പറയണ്ട, അതുകൊണ്ട് ആ ധ്യാനത്തിന് വന്നതെന്ന് പറഞ്ഞു. വേറെ സെൻറ്ററിലാണ് ധ്യാനത്തിന്. അപ്പോൾ അവിടെ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ പ്രസംഗിക്കാൻ പോകുമ്പോൾ ഇയാൾ എല്ലാ ധ്യാനത്തിനും അവിടെ വരും. എല്ലാ ധ്യാനത്തിനും വെള്ളം കൊണ്ടും വെള്ള ഷർട്ടൊക്കെ ഇട്ട് വരും. അപ്പോൾ ഞാൻ ഒരു കൊല്ലത്തിന് ശേഷം ആ സാറിനോട് ചോദിച്ചു, സാറേ കടമൊക്കെ ഇപ്പം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം എന്നോട് പറയുന്നത്, നന്ദു ബ്രദറെ, കുഴി നെകന്ന് തുടങ്ങി. കുഴി നെകന്ന് തുടങ്ങി. ഏത്? കടത്തിൻ്റെ കുഴി നെകന്ന് തുടങ്ങി. അപ്പോൾ ഞാൻ ചോദിച്ചു, എങ്ങനെയത് നെകന്ന് തുടങ്ങി? അതൊന്നും എനിക്കറിയില്ല. ഞാൻ ഇവിടെ ധ്യാനം നടക്കുമ്പോഴൊക്കെ പല സ്ഥലത്തു നിന്നും ആളുകളെ ധ്യാനത്തിന് കൊണ്ടുവരും. അങ്ങനെ ഈശോയുടെ അടുക്കിലേക്ക് ആളുകളെ എത്തിക്കുന്ന ശുശ്രൂഷ ഞാൻ പിന്നെ കോടതിയിൽ പോകുന്ന ആളാണ്, ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ കൂടെ ഇത് ഞാൻ ചെയ്യും. ഇപ്പോൾ ദൈവം എൻ്റെ കടങ്ങളൊക്കെ നികത്തി തുടങ്ങി. എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു, ഇവിടെ വരുന്ന എല്ലാവരും ധ്യാനത്തിലേക്ക് ആളുകളെ കൂട്ടിക്കൊണ്ടുവരണം. നമ്മുടെ ധ്യാന കേന്ദ്രത്തിലേക്ക് കൊണ്ടുവരാം. നിങ്ങൾക്ക് ഏതാ പ്രചോദനം തോന്നണേ ആ സ്ഥലത്തേക്ക് വിട്ടോളൂ. യേശുവിലേക്ക് ആളുകളെ അടുപ്പിക്കൂ. അപ്പോൾ കാണാം ദൈവം നമ്മുടെ കാര്യത്തിൽ ഇടപെടുന്നത്. ഇപ്പൊ ആൾക്കാരെ ശ്രദ്ധിക്കണ്ടല്ലോ. അത് തന്നെ, ദൈവത്തിലേക്ക് ആളുകളെ അടുപ്പിക്കാൻ ശ്രമിക്കുക. വലിയൊരു ശുശ്രൂഷയാണ്. ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് ഒരാളെ പരിചയപ്പെട്ടു. എന്താ പേര്? മാധവൻ. നിങ്ങളുടെ പേരോ? എൻ്റെ പേര് ജോസ്ന. എവിടെ പോകണം? ഞാൻ ഈ ആളൂരൊരു ധ്യാന കേന്ദ്രമുണ്ട്, അവിടെ എല്ലാ വ്യാഴാഴ്ച ഇങ്ങനെ പ്രസംഗം പാട്ടും പ്രാർത്ഥനയ്ക്ക് ഉണ്ട്. അവിടെ പോയതാ. അവിടെയാണെങ്കിൽ രോഗങ്ങളൊക്കെ മാറുന്നത് പോട്ട പോലത്തെ സ്ഥലം. അവിടെ എല്ലാവർക്കും വരാം. യേശു ക്രിസ്തു എല്ലാവർക്കും വേണ്ടി മരിച്ച എന്താണ്? മാധവേട്ടനും വരാം. എനിക്കും പല അസുഖങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ 19 വയസ്സ് കഴിഞ്ഞു. പ്രോസ്റ്റേറ്റിനൊക്കെ പ്രശ്നമുണ്ടേ. ഇങ്ങനെ മൂത്ര തടസ്സമൊക്കെയാണ്. മരുന്ന് കഴിക്കണില്ലേ? നല്ലൊരു ഡോക്ടറെ പരിചയം ആ ഡോക്ടറെ നിർദ്ദേശിക്കുക. പിന്നെ നിങ്ങൾ ഇടയ്ക്ക് ഇവിടെ വന്നോളൂ വചനമൊക്കെ കേൾക്കാൻ. അത്രയും പറയാലോ. ആള് വരാതിരിക്കുക ചെയ്യട്ടെ, നമുക്ക് പറയാലോ. അല്ല, എന്താ പേര്? മാധവൻ. എന്താ ചെയ്യണേ? ഇന്ന ജോലികളൊക്കെ ചെയ്യുക. മക്കളുടെ കല്യാണമൊക്കെ കഴിഞ്ഞോ? കഴിഞ്ഞു. അപ്പോൾ വരുമാനമൊക്കെ എങ്ങനെയാ? ഈ വരുമാനത്തിൻ്റെ കാര്യം മാത്രം ചോദിക്കാനുള്ളൂ. കിട്ടിയ സമയം കൊണ്ട് ആളെ കർത്താവിലേക്ക് തിരിച്ചു വിടാൻ ശ്രമിക്കണം. മനസ്സിലായി? യേശുവിലേക്ക്. മതം മാറ്റലല്ല നമ്മുടെ ദൗത്യം. യേശു അവന് വേണ്ടി കൂടിയാണ് മരിച്ചത്. യേശുവിൽ നിന്നുള്ള അനുഗ്രഹം അവന് അവകാശപ്പെടാം. ഏതായാലും നമുക്ക് അനുഗ്രഹം കിട്ടണില്ല, അല്ല സോറി, അങ്ങനെയും ചിന്തിച്ചാലും വിരോധമില്ല. അവനെങ്കിലും നന്നായി പോരട്ടെ. വിഷമയോ? എന്തൊട്ട് വിഷമം? ഇതല്ല, ഇതിനപ്പുറം ചാടിക്കടന്നവനാണ് കെ ജോസഫ് എന്ന് പറഞ്ഞ പോലെ. ഒന്ന് പറഞ്ഞ എല്ലാവരും ഹല്ലേലൂയ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തപ്പോൾ ഇവരെ ദൈവം ഉയർത്തി. നമുക്ക് നോക്കാം എങ്ങനെ ഉയർത്തിയെന്ന് നോക്കാം. അത് അപ്പോസ്തല പ്രവർത്തനം 13 അപ്പോസ്തല പ്രവർത്തനം 13 ആദ്യ വാക്യങ്ങൾ വായിക്കും. അതിൻ്റെ ഹെഡിങ്ങിൽ എഴുതി വെച്ചിരിക്കുന്നത് ബാർനബാസും സാവൂളും അയക്കപ്പെടുന്നു. ഈ ബാർനബാസിനെയും സാവൂളിനെയും ദൈവം വലിയ കാര്യങ്ങൾക്ക് വേണ്ടി അയക്കുക. ഇപ്പം ഇത്ര നേരം എന്താ ചെയ്തുകൊണ്ടിരുന്നത്? ഇത്ര നാളും ദുരിതങ്ങളിൽ പെട്ട് കഴിയുന്നവരെ സഹായിച്ചു, മുറിഞ്ഞുപോയ ബന്ധങ്ങളെ കൂട്ടിയിണക്കി, കുറച്ച് വയലുണ്ടായി അത് വിറ്റ് ആ കാശ് കൊണ്ട് കൊടുത്തു. പക്ഷേ ഇപ്പോൾ ഇതിങ്ങനെ വിശ്വസ്തയോടെ ദൈവം ഏൽപ്പിച്ച കാര്യം വിശ്വസ്തയോടെ ചെയ്ത് പോയപ്പോൾ ഉയർന്ന ശുശ്രൂഷയിലേക്ക് മാറ്റാണ്. ഞാൻ ഏറ്റവും ആദ്യം ഡിവൈനിലെ അടുക്കളയിലായിരുന്നു. ഞാൻ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൻ്റെ അടുക്കളയിൽ പ്ലാസ്റ്റിക്കിൻ്റെ ബക്കറ്റിൽ ചോറും കറികളും നിറച്ച് തിരുമുടിക്കുന്ന കുഷ്ഠരോഗികൾക്കും പിന്നെ ചാലക്കുടി ഗവൺമെൻറ് ആശുപത്രിയിലും കൊടുക്കലായിരുന്നു എൻ്റെ പണി. മനസ്സിലാവുണ്ടോ? അവിടെ നിന്നാണ് ആൾത്താരയിലേക്ക് കയറ്റി. ആദ്യം നിന്നെ ഏൽപ്പിച്ചത് ഭംഗിയായിട്ട് ചെയ്യ്. എല്ലാവരും സൂക്ഷിച്ചു നോക്കണല്ലോ. നിന്നെ എന്താ ഏൽപ്പിച്ചേണ് അത് നീ ഭംഗിയായിട്ട് ചെയ്യ്. നിനക്ക് ഭാര്യ, ഭർത്താവ്, കുഞ്ഞുങ്ങള്, കുടുംബമൊക്കെ ഇല്ലേ? അവിടെ നല്ല മനോഹരാക്കണം. വീട് അടിച്ചു വൃത്തിയാക്കി മനോഹരാക്കേണ്ട കാര്യമല്ല. ഭാര്യയോട് സംസാരിക്കണം, കുഞ്ഞുങ്ങളോട് സംസാരിക്കണം, നിങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം, പ്രാർത്ഥിക്കണം. അങ്ങനെ നല്ലൊരു സ്നേഹം. നിന്നെ ഏൽപ്പിച്ച കാര്യം ഭംഗിയായിട്ട് ചെയ്യ്. ആ ഭംഗിയായിട്ട് ചെയ്ത് കഴിയുമ്പോൾ രാവിലെ തന്നെ എഴുന്നേൽക്കുമ്പോൾ നല്ല ഉണർവായിട്ട് വരട്ടെ. അതിനെ എഴുന്നേൽക്കുമ്പോൾ തന്നെ എഴുന്നേറ്റ് വരുമ്പോൾ പ്രാഗിയും ശപിച്ചും ഞെരങ്ങിയൊക്കെ വരണേ. അസുഖം ഉണ്ടെങ്കിൽ ഓക്കെ, അങ്ങനെ നമുക്ക് പറയാതെ നിവൃത്തിയില്ല. അല്ലെങ്കിൽ തളർച്ചയോട് കൂടിയല്ല, ഉണർവോടുകൂടെ വരണം. കുഴപ്പമില്ല. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ഇവരെ എന്താണ് ഉയർന്ന ശുശ്രൂഷയിലേക്ക് നയിക്കുന്നത് വായിക്കാം. അന്ത്യോക്യയിലെ സഭയിൽ പ്രവാചകന്മാരും
പ്രബോധകന്മാരും ഉണ്ടായിരുന്നു. പ്രവാചകന്മാരും പ്രബോധകന്മാരും. പ്രബോധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കുക. അപ്പോൾ പ്രസംഗവും പ്രബോധനം രണ്ടും രണ്ടാണ്. പ്രീച്ചിങ് ആൻഡ് ടീച്ചിങ് ഇത് രണ്ടും രണ്ടാണ്. പ്രസംഗിക്കുക എന്ന് പറഞ്ഞാൽ ആളുകളെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്ന. പ്രബോധനം എന്ന് പറഞ്ഞാൽ അവരെ ടീച്ചിങ്സ് പഠിപ്പിക്കുകയാണ്, വചനത്തിൻ്റെ ഉപദേശം പഠിപ്പിക്കുക. പിന്നെ അവരെ ഇളകൂല. ബൈബിൾ പഠിച്ചില്ലെങ്കിൽ നമ്മൾ ഇളകിപ്പോവും. ഇവിടെ അനുഗ്രഹം കിട്ടില്ലെങ്കിൽ പാമ്പുമേക്കാട്ട് പോകും. അവിടെയുണ്ട് പാമ്പുമേക്കാട്ട്, അവിടെ പോയാൽ മതി എന്ന് പറഞ്ഞാൽ അവിടെ പോവും. അവിടെ പോയി മുത്തും, ഇവിടെയും മുത്തും. അവർ ഉപദേശങ്ങൾ പഠിച്ചിട്ടില്ല. ഉപദേശങ്ങൾ പഠിച്ചാൽ പോവില്ല, തെറ്റായി പോവില്ല. ഉപദേശം, അതിനാണ് ഞാൻ ബൈബിൾ എടുക്കൂ എന്ന് പറയുന്നത്. ബൈബിൾ എടുത്താലേ ഉപദേശ സത്യങ്ങൾ മനസ്സിലാവും, അല്ലെങ്കിൽ മനസ്സിലാവില്ല കേട്ടോ. അപ്പോൾ വായിക്കുന്നു, അന്ത്യോക്യയിലെ സഭയിൽ പ്രവാചകന്മാരും പ്രബോധകന്മാരും ഉണ്ടായിരുന്നു. ബാർനബാസ്, നീഗർ എന്ന് വിളിക്കപ്പെടുന്ന ശിമിയോൻ, കിറേനക്കാരൻ ലൂസിയോസ്, സാമന്ത രാജാവായ ഹെറദോസിനോട് കൂടെ വളർന്ന മനായേൻ, സാവൂൾ എന്നിവർ. അവർ കർത്താവിനെ ശുശ്രൂഷ ചെയ്തും ഉപവസിച്ചും കഴിയവേ പരിശുദ്ധാത്മാവ് അവരോട് പറഞ്ഞു, ബാർനബാസിനെയും സാവൂളിനെയും ഞാൻ വിളിച്ചിരിക്കുന്ന ജോലിക്കായി എനിക്ക് വേണ്ടി മാറ്റി നിർത്തുക. ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും ശേഷം അവർ അവരുടെ മേൽ കൈവെപ്പ് നടത്തി പറഞ്ഞയച്ചു എന്ന് പറഞ്ഞാൽ, പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഇവർ ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇനി ഇവരെ ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെ ഏൽപ്പിക്കരുത്, ഇവരെ ദൈവവചന ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിച്ചു നിർത്താൻ പറഞ്ഞു. കണ്ടോ, കണ്ടോ, വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇവർ മാറ്റി നിർത്തി. പതുക്കെ, വളർച്ച എന്ന് പറയുന്നത് പതുക്കെ നടക്കുന്നതാണ്. അല്ല, ഒരു ചെടി നട്ടു നാളെ തന്നെ പൂവുണ്ടാവോ? അല്ല, മണ്ണൂത്തിന്ന് മേടിച്ചു കൊണ്ടുവരുന്നതിന് പൂവായിട്ടാ വരണേ, അതല്ല ഞാൻ പറയുന്നത്. അല്ലേ, പ്ലാവിൽ ചക്ക ഉണ്ടായ പ്ലാവ് കൊണ്ടുവയ്ക്കും. ഞാൻ സാധാരണ നാടൻ്റെ കാര്യം പറഞ്ഞ് ഒരു പ്ലാവ് നട്ടു, അല്ലെങ്കിൽ ഒരു തെങ്ങ് തൈ നട്ട് എത്ര കാലം വേണം അല്ലേ? അതിന് വളമിട്ട് പരിപാലിച്ച്, ഈ തെങ്ങിനൊക്കെ വല്ല ചെള്ളും വരണ്ടോ നോക്കി ഇതൊരു പരിപാലിക്കണ വരണുണ്ടായി വരണമെങ്കിൽ വളർച്ച ക്രമാനുഗതമാണ്, പതുക്കെ, സ്ലോ പ്രോസസ്സാണ്, ഗ്രാജുവലായിട്ട് നടക്കുന്നതാണ്. പിന്നെ ഈ ജെയിൻറ്റ് ബാമ്പു എന്ന് പറഞ്ഞ ചെടിയുണ്ട്, മുള നോക്കി നിൽക്കുമ്പോൾ വലുതായി പോകും, പക്ഷെ കാര്യമില്ല, ഒരു കാറ്റ് പിടിച്ചാൽ ഒടിഞ്ഞു താഴെ പോകും. വളർച്ച പതുക്കിയാണ് നടക്കുന്നത്. എൻ്റെ അമ്മ പറഞ്ഞു പണ്ട്, ഒരു നെൽമണിയുടെ അത്ര നമ്മൾ എല്ലാ ദിവസവും വലുതാവുണ്ടെന്ന്. അടുത്ത വീട്ടിൽ കുറേ നെല്ലുണ്ട്, ഞാൻ വാരി കൊണ്ടുവന്ന് ഓരോ നെൽമണി വെച്ച് ഇങ്ങനെ നോക്കി, എൻ്റെ ദൈവമേ, ഒരു ദിവസം ഒരു നെൽമണി വെച്ച് വളർന്നാൽ ആകാശം വരെ പൊട്ടും. ചുമ്മാ കള്ളത്തരായിരുന്നു അത്. പ്രിയപ്പെട്ടവരെ, എന്നാലും വളരുന്നുണ്ട്, കുറേശ്ശെ വളർച്ചയുണ്ട്. ഇതുപോലെ എല്ലാ തലത്തിലും വളർച്ച ക്രമാനുഗതമാണ്. സാമ്പത്തിക മേഖലയിൽ പതുക്കിയ, പിന്നെ കഞ്ചാവ് MDMA വിൽക്കാൻ പോകണം, അപ്പോൾ വളരെ വളർച്ചയായിരിക്കും. മനസ്സിലാവുണ്ടോ പറയുന്നത്? നേരെ ചൊവ്വേ ജീവിച്ചാൽ വളർച്ച പതുക്കെയാണ്, പതുക്കെ, ക്രമാനുഗതമായി വളരും. ആത്മീയ ജീവിതം അങ്ങനെയാണ്, എല്ലാ ജീവിതം അങ്ങനെയാണ്, ക്രമാനുഗതമായി വളരും. എനിക്ക് വിഷമം തോന്നും, ഇങ്ങനെ വീഴോന്നൊരു പേടി. എല്ലാവരും ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഈ വംശാവലി, നമ്മൾ വംശാവലി വായിച്ചിട്ടുണ്ടോ? ഇപ്പം എടുക്കണ്ട. നമുക്ക് കുർബാനയിലൊക്കെ ചിലപ്പോൾ മത്തായിയുടെ സുവിശേഷത്തിൽ വംശാവലി വരും. ഇന്നാൾ ജനിപ്പിച്ചു, ഇന്നാൾ ജനിപ്പിച്ചു. ഇത് നമുക്ക് ഇത് എഴുതി വെച്ചിട്ട് മനുഷ്യനും മനസ്സിലാവില്ല കുറേ പേരുകൾ. പക്ഷെ ഒരൊറ്റ വാക്യം ഞാൻ പറയാം, അബ്രഹാം മുതൽ ദാവീദ് വരെ എഴുതി വെച്ചിട്ടുണ്ടോ? മത്തായിയുടെ സുവിശേഷം 1:17. നിങ്ങൾ വേണമെങ്കിൽ എടുത്തോളൂ. മത്തായിയുടെ സുവിശേഷം 1:17. അത് ഇതിൻ്റെ കൂടെ ചേർത്ത് പറയാണ്, അത് പ്രയോജനം ഉണ്ടാവും. മത്തായിയുടെ സുവിശേഷം 1:17 വാക്യത്തിൽ എഴുതി, വംശാവലി എഴുതി തീർന്നിട്ട് അവസാനം പറയുന്നു, ഇങ്ങനെ അബ്രഹാം മുതൽ ദാവീദ് വരെ 14, ദാവീദ് മുതൽ ബാബിലോൺ പ്രവാസം വരെ 14, ബാബിലോൺ പ്രവാസം മുതൽ ക്രിസ്തു വരെ 14 തലമുറകളാണ് ആകെയുള്ളത്. വല്ലതും മനസ്സിലായോ? മനസ്സിലായവർ പറഞ്ഞേ ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞെന്നാ, എന്താ മനസ്സിലായത്? ഞാൻ വായിച്ചത് പറയാനല്ല പറഞ്ഞത്, കേട്ടെ. ഇങ്ങോട്ട് നോക്കൂ. അബ്രഹാം എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു മനുഷ്യനായിരുന്നു അല്ലേ? അബ്രഹാം മുതൽ ദാവീദ് വരെ. ദാവീദ് ആരായിരുന്നു? ആട്ടിടനായിരുന്നെങ്കിലും പിന്നീട് ആരായി? രാജാവായി. ഇപ്പൊ ഒരു ഗ്രാഫ് വരച്ചാൽ അബ്രഹാം മുതൽ ദാവീദ് വരെ. ഗ്രാഫ് എവിടേക്ക് പോകണേ? താഴോട്ടോ മുകളിലോട്ടോ? മേളിലിട്ട് പോകുന്നു. ദാവീദ് മുതൽ ബാബേൽ പ്രവാസം വരെ. ബാബേലിലെ രാജാവ് നബൂഖദ്നേസർ രാജാവ് ഒരു അടിമകളാക്കി കൊണ്ടുപോയി ബാബേലിലേക്ക്. അപ്പൊ മുകളിൽ നിന്ന് താഴേക്ക് പോയി, അധപ്പതനത്തിലേക്ക് പോയി. ബാബേൽ പ്രവാസം മുതൽ ക്രിസ്തു വരെ എവിടേക്ക് പോയി? മുകളിലേക്ക് പോയി. ഒന്നുകൂടെ ഞാൻ പറയാം.
അബ്രാഹാം മുതൽ ദാവീദ് വരെ 14, ദാവീദ് മുതൽ ബാബേൽ പ്രവാസം വരെ 14, ബാബിലോൺ പ്രവാസം മുതൽ ക്രിസ്തു വരെ 14. ഇതിൻ്റെ അർത്ഥം എന്താണ്? അതായത് ഉയർച്ച താഴ്ചകൾ ജീവിതത്തിലുണ്ട്, അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ മുകളിലാണ് നിൽക്കണേന്ന് വിചാരിക്കുക, ദാവീദിനെ പോലെ. ഞെളിയൊന്നും വേണ്ട, ഇത്തിരി കഴിയുമ്പോൾ പറഞ്ഞോളൂ താഴേക്ക് പോന്നോളൂ. താഴെ നിൽക്കണവർ സങ്കടപ്പെടണ്ട, പറഞ്ഞോളൂ മുകളിലേക്ക് പോക്കോളൂ. അല്ലാതെ എന്നും കൊമ്പത്തിരുത്തൂല്ല, എന്നും പാതാളത്തിൽ നിന്നെ കിടത്തൂല്ല. മനസ്സിലായോ പറയുന്നത്? എത്ര രസമായിട്ടാണ് ബൈബിളിൽ ഇതൊക്കെ എഴുതി വെച്ചേണേ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ അപ്പോസ്തല പ്രവർത്തനം 13-ാമത്തെ അധ്യായത്തിൽ ബാർനബാസിനെയും സാവൂളിനെയും ഉയർന്ന ശുശ്രൂഷകൾക്ക് വേണ്ടി നിയോഗിക്കുന്നു. പിന്നെ അവർ തമ്മിലാണ് ശുശ്രൂഷയ്ക്ക് പോണേ. ആര്? പൗലോസും ബാർനബാസും ഇങ്ങനെ ശുശ്രൂഷ ചെയ്യുന്നു. കണ്ടോ, കർത്താവ് എപ്പോഴും 2 പേരെ ഒരുമിച്ചാണ് കൂട്ടി പോവുക. ഞാൻ കണ്ടിട്ടുണ്ട് പഴയ നിയമത്തിൽ അമ്പലം ഇടിഞ്ഞു പൊളിഞ്ഞു വീണ് മരിച്ച ഒരാളുണ്ടല്ലോ. അമ്പലം വീണ് മരിച്ചത് ആരാണ്? അമ്പലം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാത്ത ദലീല എന്ന് പറഞ്ഞ പെണ്ണിൻ്റെ മടിയിൽ കുറേ നാൾ കിടന്ന ഒരാളാണ്. കണ്ട ഇപ്പോൾ പറയുന്നുണ്ട് സാംസന്ന്. അമ്പലം എന്ന് പറഞ്ഞ് ബൈബിൾ വായിക്കാത്തതുകൊണ്ട് ദാഗോൻ്റെ അമ്പലം വീണിട്ട് ആളും ഇരിക്കണത്. മനസ്സിലായോ? സാംസൺ ദാഗോൻ്റെ അമ്പലം വീണ് അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം എന്ത് പവർഫുൾ പേഴ്സണായിരുന്നു, പക്ഷെ എല്ലാം നഷ്ടപ്പെടുത്തി. ആളുടെ കണ്ണും കുത്തി പൊട്ടിച്ചു അല്ലേ, അദ്ദേഹം എല്ലാം നശിപ്പിച്ചു. എന്നാൽ ഇവിടെ നമ്മൾ കാണുമ്പോൾ സാംസൺ ജീവിച്ചിരിക്കുന്ന കാലത്തൊരു കാര്യം ചെയ്തു. കുറുക്കന്മാരെ പിടിച്ചു അദ്ദേഹം. കുറുക്കന്മാരെ പിടിച്ച് കുറുക്കന്മാരുടെ വാല് കൂട്ടിക്കെട്ടി, എന്നിട്ട് അവിടെ ഒരു പന്തം കത്തിച്ചു വെച്ചു. മൂട്ടിൽ തീ പിടിക്കാന്ന് കേട്ടിട്ടുള്ളൂ നമ്മളല്ലേ. ഈ കുറുക്കന്മാരുടെ 2 കുറുക്കന്മാരുടെ വാലിൽ പന്തം കത്തിച്ചാണ്ടൊക്കെ വിട്ടു. എവിടേക്ക് പോണേ? ഫിലിസ്തീനയുടെ വയലിലേക്ക്. വായിൽ മുഴുവൻ കത്തിച്ചു കളഞ്ഞു. സാംസന്റെ ഐഡിയ. അത് വായിക്കുമ്പോൾ എപ്പോഴും ഞാൻ ഓർക്കുന്നത്, കർത്താവ് 2 പേരെ വിളിച്ചിട്ടാണ് വിട്ടത്. നിങ്ങൾ 2 പേരും പോണം. 2 പേര് പന്തം കൊടുത്ത വിട്ടേണേ. പന്തം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് കത്തിക്കാനും വിട്ടേണേ. കണ്ടവൻ്റെ പിന്നെ ഗോതമ്പ് പുകയിൽ കത്തിക്കാനല്ല, പിന്നെയോ പിശാചിൻ്റെ വയലുകൾ തിന്മയില്ലാണ്ടാക്കാൻ. ഈ 2 പേരെ ചേർത്താണ് വിട്ടേനെ. ഭാര്യ ഭർത്തം അങ്ങനെ കൂട്ടിക്കോ. ഭാര്യ ഭർത്തൃ ബന്ധം. തീ പോയിട്ട് ചൂട്ടില്ല, ഒന്നുമില്ല അല്ലേ. ഇപ്പൊ 2 ആളും ഉണക്കവടികൾ പോലെ നടക്കുന്നുണ്ട്. അവരൊന്ന് പറഞ്ഞേ ഹല്ലേലൂയ. കുറവുണ്ട് കേട്ടോ, വളരെ കുറവുണ്ട്. ആൾക്കാർ വളരെ ഉണ്ട്. ഈ പറഞ്ഞ ആളുകൾക്ക് മനസ്സിലായി ഹല്ലേലൂയ എവിടെ വരണേന്ന് മനസ്സിലായി. അപകടമുള്ള ഹല്ലേലൂയ വരുന്ന സ്ഥലം മനസ്സിലായി. അപ്പോൾ സാംസൺ കുറുക്കന്മാരെ ഈ 2 എണ്ണത്തിനെ പിടിച്ച് പന്തം കത്തിച്ച് വിടായിരുന്നു. ഫിലിസ്തീനയുടെ വയലെല്ലാം കത്തിച്ച് കളയാൻ വേണ്ടി അദ്ദേഹം ചെയ്ത പരിപാടിയാണ്. നമ്മളെ 2 പേരെ അല്ലെങ്കിൽ ഈ 2 പേരെ ദൈവം ചേർത്തയക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയോട് കൂടിയാണ്. ഇതുപോലെ പൗലോസിനെയും ബാർനബാസിനെയും കൂട്ടിച്ചേർത്തു. ഇങ്ങനെ ഓരോ സ്ഥലത്തേക്കും വചനം പ്രസംഗിക്കാൻ പോയി. ഇനി ദുരിതങ്ങളിൽപ്പെട്ട് കഴിയുന്ന ആളുകളെ സഹായിക്കുന്നതൊക്കെ അതിൻ്റെ മിനിസ്ട്രി വേറെ ആളുകൾക്കുണ്ട്. ഉയർന്ന ശുശ്രൂഷകളിലേക്ക് നയിച്ചു. പടിപടിയായി ഉയർന്ന ശുശ്രൂഷകളിലേക്ക് നയിച്ചു. ചേർന്ന് പറഞ്ഞേന് ഹല്ലേലൂയ. എൻ്റെ നാട്ടിൽ പള്ളിയുണ്ട്, സെൻറ്റ് മേരീസ് പള്ളി. ഇപ്പോൾ പൊളിച്ചു കളഞ്ഞു, പുതിയ പള്ളി പണിയാനേ. ഞാനിങ്ങനെ ആ പള്ളിയുടെ മുമ്പിൽ കൂടെ നടന്നു പോകും. പഠിക്കാൻ പോകുമ്പോഴേ ഈ പള്ളിയുടെ ഉള്ളിലേക്ക് ക്രിസ്ത്യാനി കുട്ടികളൊക്കെ പോവും. ഞാൻ പോവില്ല. ഞാൻ ഹിന്ദു മതത്തിൽ ജനിച്ച ആളല്ലേ. ഞാൻ പള്ളിയുടെ ജനലിൻ്റെ അവിടെ നിന്ന് പള്ളിയുടെ ആൾത്താരയിലേക്ക് നോക്കുമ്പോൾ ക്രൂശിത രൂപം കാണും. എനിക്ക് സങ്കടം അത് കാണുമ്പോൾ. ദൈവമേ, ഇങ്ങനെ കുരിശിൽ തറച്ച ഒരാളെ വെച്ചിരിക്കുന്നു. മാത്രമല്ല എനിക്ക് പേടിയും തോന്നും. ഇതെങ്ങനെ ഇവർ എൻ്റെ ഉള്ളിൽ പ്രാർത്ഥിക്കണേ. ഞാൻ കണ്ടിട്ട് വേഗം ഓടി ഗേറ്റിന് പുറത്തേക്ക് കിടക്കും. അന്ന് ഗേറ്റൊന്നുമില്ല. ഇപ്പോഴോ ആൾത്താരേന്ന് ഇറങ്ങാൻ നേരില്ലാണ്ടായി. അകത്ത് കയറിയ ആളുകളൊക്കെ വേറെ വഴിക്ക് പോയി. പുറത്ത് നിന്ന ആള് ഈ പുള്ളിക്കാരൻ്റെ പരിപാടി. ഇതൊക്കെ ആരുടെ? നമ്മുടെ കർത്താവിൻ്റെ പരിപാടിയാണ്. കർത്താവ് എത്ര നല്ലവനായതുകൊണ്ടാണ് കൊള്ളില്ലാത്ത എന്നെ തിരഞ്ഞെടുത്ത്. കർത്താവ് എത്ര കൃപാലുവായതുകൊണ്ടാണ് പാപിയായി എന്നെ തിരഞ്ഞെടുത്ത്. ദൈവത്തിന് സർവ്വമഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ നാമം മാത്രം മഹത്വപ്പെടട്ടെ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ ശുശ്രൂഷകൾ ചെയ്യണം. നശിച്ചു പോകുന്ന ആത്മാക്കളെ ദൈവത്തിലേക്ക് നടത്തേണ്ട ആളുകളാണ് നമ്മൾ. അങ്ങനെ അവർ ഒരുമിച്ച് പോയി പാലയിലെ മാണിസാറ് പറയുന്ന പോലെ വളരും തോറും അതെല്ലാവർക്കും അറിയാലോ. വളരും തോറും പിളരും. ഇവർ തമ്മിൽ വഴക്കുണ്ടാക്കി. ആര് തമ്മിൽ? ബാർനബാസും പൗലോസും തമ്മിൽ വഴക്ക്. അത് വായിക്കുമ്പോൾ സങ്കടമാണ്. അപ്പോസ്തല പ്രവർത്തനം 15-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ
പൗലോസും ബാർനബാസും വേർപിരിയുന്നു. അവര് എത്ര അടഞ്ചക്കരയായിരുന്നു അല്ലേ? ബാർനബാസ് എന്തൊക്കെ ചെയ്തു കൊടുത്ത പൗലോസിന് അല്ലേ? പുള്ളിക്കാരനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നതെല്ലാം ചെയ്തത് ബാർനബാസാ. ഇവർ തമ്മിൽ വഴക്കുണ്ടായി. വായിക്കുമ്പോൾ വിഷമ. അപ്പോസ്തല പ്രവർത്തനം 15:36 മുതൽ വാക്യം. ഇതെന്താന്ന് നമുക്ക് വിഷമം ഉണ്ടാവാത്തത്? നമ്മൾ ഇതിനു മുമ്പൊന്നും ഇത് പറ വേറെ പിരിഞ്ഞോട്ട് നോക്കുമ്പോൾ എന്താ അത്രയും നമ്മൾ നോക്കണില്ല. നമ്മൾ വായിച്ചൊരു വിരൽ വെച്ച് വായിച്ചു, അത്രേ ഉള്ളൂ. ഈ കഥ മനസ്സിലാവണില്ല. കഥകളി എനിക്ക് അറിഞ്ഞുകൂടാ. കഥകളി പഠിക്കാത്ത ഒരാള് കഥകളി അമ്പലത്തിൽ നടക്കുമ്പോൾ കാണാനിരുന്നു വിചാരിക്കുക. നമ്മൾ കുറച്ചു നേരമായിട്ട് എങ്ങനെയാ വസ്ത്രം ഇങ്ങനെ പൊങ്ങിയിരിക്കണേ, എന്തിട്ടൊക്കെ കാണിക്കണേ, ചായ കുടിച്ചിട്ട് വരാം, അവിടെ വാണിഭക്കാരൻ്റെ അവിടെ പോയി നോക്കാം. ഈ കഥകളിയുടെ മുദ്ര മനസ്സിലായില്ലെങ്കിൽ നമുക്ക് കഥ പിടികിട്ടില്ല. ആ മുദ്രയൊക്കെ മനസ്സിലായ ആളുകൾ ഓഡിയൻസിൽ അവരിങ്ങനെ ആസ്വദിക്കിരുന്നിരുന്നു. മനസ്സിലാവണില്ലേ? ഇതുപോലെ ഈ വചനത്തിന്റെ മുദ്രകളൊക്കെ മനസ്സിലായവർക്ക് ഇത് ഇമ്പമാണ്, അല്ലാത്തവരോ എപ്പോഴാ ചോറ്. അപ്പൊ നമ്മൾ അങ്ങനെ ആവരുത്. ഈ മുദ്രകളൊക്കെ മനസ്സിലാവണം, എല്ലാവർക്കും മനസ്സിലാവും. ശ്രദ്ധിച്ചിരുന്നാൽ മാത്രം മതി. വീണ്ടും ശ്രദ്ധിക്കുക, വീണ്ടും വായിക്കുക. പിന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് പറയാൻ ഞങ്ങൾക്ക് മനസ്സിലാക്കി തരാം. അപ്പൊ നമുക്ക് മനസ്സിലാക്കി കിട്ടും. സിമ്പിളാണത്, കോംപ്ലിക്കേറ്റഡ് അല്ല. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. എന്താ ഒരു പിരിഞ്ഞു നോക്കാം. അപ്പോസ്തല പ്രവർത്തനം 15:36 മുതൽ പേജ് നമ്പർ 199. കുറെ ദിവസം കഴിഞ്ഞ് പൗലോസ് ബാർനബാസിനോട് പറഞ്ഞു, വരൂ, നാം കർത്താവിൻ്റെ വചനം പ്രസംഗിച്ച എല്ലാ നഗരങ്ങളിലും തിരിച്ചു ചെന്ന് സഹോദരരെ സന്ദർശിച്ച് അവർ എങ്ങനെ കഴിയുന്നുവെന്ന് അറിയാം. കണ്ട പ്രസംഗിച്ച ഓരോ സ്ഥലത്തോടെ പ്രസംഗിച്ചിട്ട് പോയിട്ടേ തിരിച്ചു പോവാ. എങ്ങനെ? വിത്ത് ഇട്ടോടത്തൊക്കെ മുളച്ചിട്ടുണ്ടോ നോക്കാൻ. മനസ്സിലായോ? പിടികിട്ടിയോ പറയുന്നത്? നല്ല ടീച്ചർമാരെങ്ങനെയാ പഠിപ്പിച്ചു വിട്ടിട്ട് പിറ്റേ ദിവസം ചോദിക്കും, നീ പറഞ്ഞ ഇന്നലെ പഠിപ്പിച്ചത്? ഇന്നലെ വയറുവേദനയായിരുന്നു. മിനിഞ്ഞാന്ന് പഠിപ്പിച്ചോ? ഓർമ്മയില്ല. അപ്പൊ ഓർമ്മയില്ലാത്തവർക്ക് ഓർമ്മയുണ്ടാക്കുന്ന ഒരു സാധനം അവിടെ ഉണ്ട്. സ്റ്റാഫ് റൂമിൽ നിന്ന് എടുത്തുകൊണ്ടിരും. എന്തോരം എനിക്ക് കിട്ടിയിടെന്നറിയോ? നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലേ? പക്ഷെ ഇപ്പത്തെ തലമുറക്കാർക്ക് കിട്ടിയിട്ടില്ല. വടിയെടുത്താൽ വൈകുന്നേരം കൊട്ടേഷൻ കൊടുക്കും മാഷിനെതിരെ. അവിടെ മാഷ് മിണ്ടൂല്ല. പ്രിയപ്പെട്ടവരെ, കണ്ടോ, വചനം പ്രസംഗിച്ച് പോവുക മാത്രമല്ല, ഫോളോ അപ്പ് കൊടുക്കണം. തിരിച്ചു പോവാണ്. അവിടുത്തെ സഹോദരന്മാർ വിശുദ്ധിയിൽ തന്നെയാണോ ജീവിക്കണേ, നല്ലോണാണോ ജീവിക്കണേ എന്ന് പരിശോധിക്കുകയാണ്. എന്ത് നല്ല മാതൃക നോക്കിയാൽ. നിലവിളക്കിലെ എണ്ണ കഴിയുമ്പോൾ വീണ്ടും അതിൽ എണ്ണ ഒഴിച്ചു കൊടുക്കണം. മൊബൈലിൽ ചാർജ് കുറയുമ്പോൾ വീണ്ടും അത് ചാർജ് ചെയ്യണം എന്നതുപോലെയാണത്. അതാണ് കുറെ ദിവസം കഴിഞ്ഞ് പൗലോസ് ബാർനബാസിനോട് പറഞ്ഞു, വരൂ, നാം കർത്താവിൻ്റെ വചനം പ്രസംഗിച്ച് എല്ലാ നഗരങ്ങളിലും തിരിച്ചു ചെന്ന് സഹോദരരെ സന്ദർശിച്ച് അവർ എങ്ങനെ കഴിയുന്നുവെന്നറിയാം. മർക്കോസ് എന്ന് വിളിക്കപ്പെടുന്ന യോഹന്നാനെ കൂടി കൊണ്ടുപോകാൻ ബാർനബാസ് ആഗ്രഹിച്ചു. ബാർനബാസിനൊരാഗ്രഹം, പുള്ളിക്കാരെ ആശ്വാസപുത്രനാ. അതുകൊണ്ട് ആള് മർക്കോസിനെ കൂടി കൊണ്ടുവന്നു. മർക്കോസിന് വേറെ പേരും കൂടിയുണ്ട്, യോഹന്നാൻ മറുപേര് വിളിക്കും. മർക്കോസിനെയും കൊണ്ടുപോകാന്ന് പറഞ്ഞു. പൗലോസ് ലീയോട് പറഞ്ഞു, മർക്കോസിനെയും കൊണ്ടുപോകാം, അവനിരുന്നോട്ടെ, ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ കൊണ്ടുപോകാം. ഞാൻ പ്രസംഗിക്കാൻ പോകുമ്പോഴും പലരും വരും. ഇപ്പം എൻ്റെ കൂടെ എൻ്റെ സുഹൃത്ത് ആൻഡോ വന്നിട്ടുണ്ട്. ഞങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ പലരെയും കൊണ്ടുപോകും. എന്തിനാ കയറി പോരട്ടെ, വചനം കേൾക്കാനല്ലേ. അങ്ങനെ കൂടെ കൊണ്ടു നടക്കും. അങ്ങനെ മർക്കോസിനെ കൂടെ കൊണ്ടുപോകുന്ന ആര് പറഞ്ഞു? ആരും പറയണില്ല. ബാർനബാസ് പറഞ്ഞു. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ എന്ന് പറഞ്ഞു, എന്നാൽ പംഫീലിയായിൽ വെച്ച് തങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോവുകയും പിന്നീട് ജോലിയിൽ തങ്ങളോടുകൂടെ ചേരാതിരിക്കുകയും ചെയ്ത ഒരുവനെ കൂടെ കൊണ്ടുപോകാതിരിക്കുന്നതാണ് നല്ലത് എന്നായിരുന്നു പൗലോസിന്റെ പക്ഷം. മർക്കോസിനെ ഇതിനു മുമ്പ് ഒരു പ്രസംഗത്തിനൊക്കെ കൊണ്ടുപോയതാ. പംഫീല എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, ഞാൻ പോവാന്ന് പറഞ്ഞ ആൾ തിരിച്ചുപോയി. അങ്ങനെ തിരിച്ചു പോയത് കൊണ്ട് പൗലോസിനുള്ളിലൊരു വിഷമം കിടക്കുന്നുണ്ട്. ഇവനെ കൊണ്ടുപോയിട്ട് അവൻ ഇടയ്ക്ക് തിരിച്ചു പോകും. എല്ലാവരും കൂടി വേളാങ്കണ്ണി പോയി തഞ്ചാവൂർ എത്തിയപ്പോൾ കൂട്ടി പറഞ്ഞു, ഞാൻ പോവാ. അപ്പോൾ കാശ് എല്ലാവരും പിരിവിടുക, കാശൊന്നും ഇല്ലാന്ന് പറഞ്ഞ് തിരിച്ചു പോയില്ല. മേലാക്ക അടുത്ത പ്രോഗ്രാമിന് കൊണ്ടുപോകില്ല, ഇവൻ പടി പറ്റിക്കുന്നതെന്ന് പറയും. പൗലോസ്ലീഹ പറഞ്ഞു, വേണ്ട, അവനെ കൊണ്ടോണ്ട, ഇവൻ പിരിഞ്ഞു പോയ ആളാന്ന് പറഞ്ഞു. അപ്പം ബാർനബാസ് പറഞ്ഞു, ശക്തമായ അഭിപ്രായ ഭിന്നത മൂലം അവർ പിരിഞ്ഞു. ബാർനബാസ് മർക്കോസിനെയും കൂട്ടി സൈപ്രസിലേക്ക് കപ്പൽ കയറി.
ബാർനബാസ് എന്താ സൈപ്രസിലേക്ക് പോണേ? ആളുടെ നാട് അവിടെയാണ്. ബാർനബാസ് മർക്കോസിനോട് പറഞ്ഞു, വാടാ നമുക്ക് അവിടെയും പോയി പ്രസംഗിക്കാം, ഇവിടെ മാത്രമല്ല അവിടെയും ആൾക്കാരുണ്ടല്ലോ, അവിടെ വചനം പ്രസംഗിക്കാന്ന് പറഞ്ഞു. ബാർനബാസ് മർക്കോസിനെയും കൂട്ടി സൈപ്രസിലേക്ക് പോയി. പൗലോസ് എന്ത് ചെയ്തു? പൗലോസ് സീലാസിനെ തെരഞ്ഞെടുത്ത് അവനോടുകൂടെ യാത്ര തിരിച്ചു. ഈ പൗലോസും സീലാസും ജയിലിൽ കിടക്കുമ്പോൾ പൗലോസും സീലാസും കൈയടിച്ച് പാട്ട് പാടി എന്നൊക്കെ പറയണല്ലേ, അവിടെ ശരിക്കും ആരാ കിടക്കണ്ടേ? പൗലോസിന്റെ കൂടെ. മനസ്സിലാവുണ്ടോ? ബാർനബാസ കിടക്കണ്ടേ. പക്ഷെ അതിനു മുമ്പ് അവര് പിരിഞ്ഞു, അവര് തെറ്റി പിരിഞ്ഞു. ഒരൊറ്റ കേസിലാ പിരിഞ്ഞ്. എന്ത് കേസിലാ പിരിഞ്ഞ്? മാർക്കോസിനെ കൊണ്ടുപോകാന്ന് ബാർനബാസ് പറയുന്നു, പൗലോസ് പറയുന്നു കൊണ്ടുപോകാൻ പറ്റില്ല. അഭിപ്രായ ഭിന്നത മൂലം പിരിഞ്ഞു. ഇപ്പൊ പല അഭിപ്രായങ്ങൾ ഉണ്ടാവും അല്ലേ? അഭിപ്രായം ഇപ്പൊ ഇരുമ്പോലൊക്കെ ഒന്നല്ലല്ലോ അല്ലേ? ഭാര്യയ്ക്ക് ഒരു അഭിപ്രായമായിരിക്കും, ഭർത്താവിന് വേറെ അഭിപ്രായങ്ങൾ പലതുണ്ടാവും. 1000 പേരുണ്ടെങ്കിൽ 1000 അഭിപ്രായമായിരിക്കും. ആശയങ്ങൾ തമ്മിൽ വൈരുദ്ധ്യങ്ങൾ ഉണ്ടാവും. പക്ഷെ നമ്മൾ എന്തിനാ പിരിയണേ? സ്നേഹക്കുറവ് എന്തിനാണ്? ഇവിടെയാണ് തെറ്റി. പാടില്ലായിരുന്നു, പിരിയാൻ പാടില്ലായിരുന്നു. മാണിസാറ് പറഞ്ഞത് ശരിയാ. ഒന്നുകൂടെ പറഞ്ഞു നോക്കിയേ. നിങ്ങൾക്കറിയില്ല, രാഷ്ട്രീയം അറിയുന്ന ആൾക്കാർക്ക് അറിയുള്ളൂ അല്ലേ? എന്താണ്? സ്ത്രീകൾക്ക് അറിയില്ല എന്നല്ല, പത്രമൊക്കെ വായിക്കുന്ന നല്ലവരുണ്ട്, അവർക്ക് മനസ്സിലാവും. വളരും തോറും പിളരും. അവർ പിളർന്നു, രണ്ടും 2 ഗ്രൂപ്പായി. അപ്പൊ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, ആരാണിതിൽ ശരി? പൗലോസാണോ ശരി? ബാർനബാസ് ആണോ ശരി? അവസാനത്തിലേക്ക് ഇവരാണ്. ബാർനബാസ് ആണോ ശരി? പൗലോസ് ആണോ ശരി? ബാർനബാസ് ആണ് ശരി. കണ്ടോ? അമ്മമാർക്ക് പൗലോസിനെ തള്ളിക്കളയാൻ പറ്റണില്ല. കാരണം 13 ലേഖനം എഴുതിയ ആളാ. അത് കാരണം ശരി ആരാണ്? പൗലോസ് തെറ്റാന്ന് പറയേണ്ടി വരും. പൗലോസ് തെറ്റല്ല, പക്ഷെ ബാർനബാസ് ശരിയാണ് കേട്ടോ. പൗലോസ് അങ്ങനെ കുറ്റം പറയാൻ പറ്റും നമുക്ക്? ഇവിടെ ആളല്ലേ. എൻ്റെ ബേബി ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഉറച്ചു നിൽക്ക് അല്ലേ? പറയില്ലേ പ്രിയപ്പെട്ടവർ? ആരാണ് ശരി, ആരാണ് തെറ്റെന്ന് നോക്കാം. പുസ്തകത്തിൽ നോക്കാം. കുറേ കാലങ്ങൾ കഴിഞ്ഞു. മർക്കോസിന്റെ വഴിക്ക് ബാർനബാസിന്റെ കൂടെ പോയി. പൗലോസ് സീലാസിനെ തെരഞ്ഞെടുത്ത് വേറെ ശുശ്രൂഷ ചെയ്ത് ഇങ്ങനെ പോകുന്നു. പൗലോസ് ലീഗ വയസ്സായി കഴിഞ്ഞപ്പോൾ ആള് തിമോത്തിയോസിന് ലേഖനം എഴുതാൻ 2 തിമോത്തിയുടെ അവസാന ഭാഗത്ത് 4-ാമത്തെ അധ്യായത്തിലേക്ക് വരാം. 2 തിമോത്തി 4-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മളൊരു വാക്യം കാണുന്നു. ആ വാക്യത്തിൽ എല്ലാ കാര്യങ്ങളും കിടപ്പുണ്ട്. 2 തിമോത്തി 4-ാമത്തെ അധ്യായം, പേജ് നമ്പർ 4-ാമത്തെ അധ്യായത്തിന്റെ പേജ് നമ്പർ 322. ശ്രദ്ധിക്കണേ, 322. 2 തിമോത്തിയോസ് 4:9 മുതൽ. എഴുതുന്നവർക്ക് വേണ്ടി പറയുന്നു. 2 തിമോത്തി 4:9 മുതൽ. നിർദ്ദേശങ്ങൾ എന്നാണ് എൻ്റെ ഹെഡിങ്. അവിടെ എഴുതിയിരിക്കുന്നു, പൗലോസ് തിമോത്തിയോക്ക് എഴുതുക. തിമോത്തിയോസ് എന്ന് പറഞ്ഞാൽ പൗലോസിനെ വളർത്തിക്കൊണ്ടുവന്ന ഒരാളായിരുന്നു തിമോത്തിയോസ്. പിന്നീട് അദ്ദേഹം വലിയ ബിഷപ്പൊക്കെ ആയി തീർന്ന ആളാണ് തിമോത്തി. എൻ്റെ അടുത്ത് വേഗം എത്തിച്ചേരാൻ ഉത്സാഹിക്കുക. ആരോട് പറയുന്നു? പൗലോസ് അപ്പോസ്തലൻ ആരോട് പറയുന്നു? തിമോത്തിയോസിനോട് പറയുന്നു, എൻ്റെ അടുത്ത് വേഗം എത്തിച്ചേരാൻ ഉത്സാഹിക്കുക. എന്തെന്നാൽ ഈ ലോകത്തോടുള്ള ആസക്തി മൂലം ദേമാസ് എന്നെ വിട്ട് തെസ്സലോനിക്കയിലേക്ക് പോയി. ദേമാസ് എന്ന് പറഞ്ഞ ഒരാളുണ്ടായി. ആള് തെസ്സലോനിക്ക എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയി. ക്രെസ്കസ് ഗലാത്തിയയിലേക്കും തീത്തോസ് ദൽമാത്തിയയിലേക്കും പോയി കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പൗലോസ് അപ്പോസ്തലന്റെ കൂടെ ആരുമില്ല. അവിടെ തിമോത്തിയോസിനോട് പറയണ്, എൻ്റെ അടുത്ത് വാട്ടോ എന്ന് പറയുന്നു. ലൂക്ക മാത്രമേ എന്നോട് കൂടെയുള്ളൂ. സുവിശേഷം എഴുതിയ ലൂക്ക ഇല്ലേ? ആ ലൂക്ക എൻ്റെ കൂടെയുണ്ട്. മർക്കോസിനെ കൂടെ നീ കൂട്ടിക്കൊണ്ടുവരണം. ശുശ്രൂഷയിൽ അവൻ എനിക്ക് വളരെ പ്രയോജനപ്പെടും. എന്നിട്ട് ഒന്നുകൂടെ വായിക്കാം. മർക്കോസിനെ കൂടി നീ കൂട്ടിക്കൊണ്ടുവരണം. ശുശ്രൂഷയിൽ അവൻ എനിക്ക് വളരെ പ്രയോജനപ്പെടും. ഇദ്ദേഹം തന്നെയാണ് കുറെ കാലം മുമ്പ് പറഞ്ഞത്. എന്തെന്ന്? ഇവനെ ഒരു തരത്തിലും നമ്മുടെ കൂടെ കൂട്ടരുന്ന് പറഞ്ഞാണ് പൗലോസ് അപ്പോസ്തലൻ. ഈ പൗലോസ് അപ്പോസ്തലൻ തള്ളിക്കളഞ്ഞ ഈ മർക്കോസാണ് മർക്കോസിന്റെ സുവിശേഷം എഴുതിയത്. മനസ്സിലാവുണ്ടോ പറയുന്നത്? അതുകൊണ്ട് നമുക്ക് ആരെയും തള്ളിക്കളയാൻ പറ്റില്ല. വയസ്സാം കാലത്ത് തള്ളിക്കളഞ്ഞ ആളുകളായിരിക്കും കൂടി ഉണ്ടാവുക. അല്ലെങ്കിൽ രോഗക്കിടക്കിൽ നമ്മൾ തള്ളിക്കളഞ്ഞ ആളുകളായിരിക്കും കൂടി ഉണ്ടാവുക. നമ്മുടെ കർത്താവിനെ പറ്റി പറഞ്ഞു, പണിക്കാർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. മർക്കോസ്. ബാർനബാസ് പറഞ്ഞായിരുന്നു ശരി, ഈ ചേട്ടായി പറഞ്ഞാണ് ശരി, ബാർനബാസിന്റെ ഭാഗത്തായിരുന്നു ശരി.
പൗലോസ് തള്ളിക്കളയാൻ പാടില്ലായിരുന്നു. പക്ഷെ അദ്ദേഹം ആ തെറ്റ് തിരുത്തി. മർക്കോസ് ശുശ്രൂഷയിൽ പ്രയോജനപ്പെടും, അവനെ കൂട്ടിക്കൊണ്ടുവരണമേ. എന്ത് നല്ല ആശയങ്ങളാ ബൈബിളിൽ കിടക്കണേ നോക്കി. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇന്ന് നമുക്ക് കിട്ടിയ സന്ദേശം എന്താണ്? ആശ്വാസപുത്രൻ. ബാർനബാസ് ആശ്വാസപുത്രനായി. ഇന്ന് കർത്താവ് നമ്മോട് പറയുന്ന ഈ സന്ദേശത്തിൽ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ആശ്വാസപുത്രനും ആശ്വാസപുത്രിയുമായിട്ട് മാറണം. നമ്മൾ കർത്താവിൽ നിന്ന് ആശ്വാസം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും നമ്മുടെ ജീവിത പങ്കാളി, മക്കൾ, നമ്മൾ ഏർപ്പെടുന്ന സമസ്ത മേഖലകളിലും നമുക്ക് ആശ്വാസം നൽകാൻ സാധിക്കും. നമുക്കൊരു നിമിഷം അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. ഒന്ന് ഇരുന്നു കൊണ്ട് തന്നെ യേശുവിനെ മനസ്സിൽ കണ്ട് ഒന്ന് സ്തുതിച്ച് മഹത്വപ്പെടുത്താമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ സഹായിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൽ നിന്ന് ആശ്വാസം സ്വീകരിക്കുവാനും ആശ്വാസം മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുവാനുമായി ഞങ്ങളെല്ലാവരെയും ഉപകരണങ്ങളാക്കണമേ. ബാർനബാസ് ആശ്വാസപുത്രനായി തീർന്നതുപോലെ കർത്താവെ, ഞങ്ങൾക്ക് ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ആശ്വാസം നൽകുന്നവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഹല്ലേലൂയ. ഒന്ന് ശബ്ദമുയർത്തി ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ. അധരങ്ങളുടെ കെട്ടുകളെല്ലാം അഴിയട്ടെ. കർത്താവിൽ നിന്ന് കൃപ ധാരാളമായിട്ട് നമ്മളിലേക്ക് ഒഴുകട്ടെ. യേശുവേ, ഞങ്ങൾ നിമിത്തം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക്, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക്, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, ഞങ്ങളെ ഉപദ്രവിച്ചവർക്ക് പോലും ആശ്വാസമുണ്ടാക്കി കൊടുക്കുവാൻ കർത്താവ് ഞങ്ങളെ ഉപകരണങ്ങളാക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്